ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിന്ന് എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കരയിലാണ്. ഇവിടെ ഒരു ദൈവദാസനെ കാണാനായിട്ട് വന്നതാണ്. ഈ ദൈവദാസൻ്റെ അനുഭവ സാക്ഷ്യം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നതോർത്ത് നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ഇപ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ, താമസിക്കുന്ന സ്ഥലം, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അവരൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? പറയാം. എൻ്റെ പേര് ജോസ് എന്നാണ്. ജോസ് വലപ്പാട് എന്നറിയപ്പെടും. ഞാൻ ഇവിടെ താമസിക്കുന്നത് ചോറ്റാനിക്കര കണയന്നൂർ എന്ന സ്ഥലത്താണ്. കണയന്നൂർ. ഞാൻ ബന്ധപ്പെടുന്നത് സഭ എന്ന് പറഞ്ഞ IPC വെട്ടിക്കൽ IPC സഭയിലാണ്. ഞാൻ ആ സഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ ഭാര്യ, എൻ്റെ പേര് ജോളി എന്നാണ്. എൻ്റെ കൂടെ ഉണ്ട്, ഇവിടെയുണ്ട്. മോന് പാസ്റ്ററാണ്. അവൻ പൂനെയിലാണ്. കുടുംബമായിട്ട് 2 കുഞ്ഞുങ്ങളുണ്ട്. വൈഫ് 2 കുഞ്ഞുങ്ങളുണ്ട്. മോളെ കല്യാണം കഴിച്ചു. മോള് റാന്നിയിലാണ്. മോൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മോളുടെ ഭർത്താവും സുവിശേഷകനാണ്. ഓക്കെ. പാസ്റ്റർ ജനിച്ചു വളർന്നതൊക്കെ ഏത് സ്ഥലത്താണ്? ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ്? ഞാൻ RC ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ സ്വദേശം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വലപ്പാട് എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമപ്രദേശത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഓക്കെ. പാസ്റ്ററുടെ മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? അവരുടെ ജോലി എന്തായിരുന്നു? എൻ്റെ അപ്പൻ്റെ പേര് റപ്പായി എന്നാണ്. അമ്മയുടെ പേര് മേരി എന്നാണ്. അവരെ ജോലി എന്ന് പറയുന്നത്, എൻ്റെ അപ്പൻ്റെ ഒരു കള്ളിഷാപ്പിൽ ജോലിക്കാരനായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ അപ്പം കള്ളിഷാപ്പിൽ ജോലിക്കാരനായിരുന്നു. അമ്മ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന. ഓക്കെ. പാസ്റ്റർ ഒരു RC ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട പാസ്റ്ററുടെ ചെറുപ്പകാലത്തെ കുറിച്ചൊന്ന് പറയാമോ? പറയാം. പിന്നീട് ഈ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം എന്തായിരുന്നു? അത് രക്ഷിക്കപ്പെടാനുള്ള കാരണം, ആ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പാസ്റ്ററുടെ ജീവിത അനുഭവം ഒന്ന് വിവരിച്ച് പറയാമോ? ഓക്കെ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യം ഞാനിപ്പോൾ പറയാം. എൻ്റെ അപ്പന് പറയില്ല, കള്ള് ഷാപ്പിൽ ജോലിക്കാരനാണ്. വീടിനടുത്താണ് ഷാപ്പ്. അപ്പോൾ അപ്പനെ സഹായിക്കാൻ പലപ്പോഴും ഷാപ്പിൽ ചെല്ലാറുണ്ടായിരുന്നു. അവിടുത്തെ മ്ലേച്ഛകരമാവുന്ന അനുഭവങ്ങൾ കാണുന്നതും അത് രസിക്കുന്നതിലും എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അവിടെ എപ്പോഴും മദ്യപിച്ച് തല്ലുണ്ടാക്കുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു. ആ തല്ലുണ്ടാക്കി വിജയിക്കുന്നവരൊക്കെ എൻ്റെ ഹീറോ ആയിരുന്നു ആ സമയങ്ങളിലൊക്കെ. എൻ്റെ മനസ്സിൽ അവരെ പോലെ ആകണം എന്നുള്ളൊരവസ്ഥയായിരുന്നു എൻ്റെത്. കാരണം ജനിച്ചു വളർത്തപ്പെട്ടത് RC ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ദൈവമായിട്ട് യാതൊരു ബന്ധം എൻ്റെ കുടുംബത്തില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അപ്പൻ്റെ കള്ളുഷാപ്പിൽ ജോലിക്കാരനാകില്ലായിരുന്നു. ആ ജോലിക്കാരനായിരുന്നതിൻ്റെ പേരാണ് എനിക്ക് ആ ഒരു മ്ലേച്ഛകരമാകുന്ന അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട അവസ്ഥ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ ആ ഷാപ്പിൽ ജോലി കഴിഞ്ഞ് പിന്നെ എനിക്ക് ജോലി കിട്ടി അന്നത്തെ കാലത്ത് ചാരായ ഷാപ്പിലാണ്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചെങ്കിലും പലവട്ടം തോറ്റിട്ടാണ് 10ാം ക്ലാസ് വരെ എത്തിയത്. അപ്പോൾ ചാരായ ഷാപ്പിൽ എനിക്ക് ജോലി കിട്ടിയത്. ജോലി കിട്ടുന്ന സമയങ്ങളിൽ തന്നെ എനിക്കാണെങ്കിൽ ആ സമയങ്ങളിൽ കുറേ നാളുകൾ ചാരായം നിർത്തലാക്കിയൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ നിർത്തലാക്കിയ സമയങ്ങളിൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്നുള്ള എന്താണ് എന്നെ മരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഞാൻ വൈപ്പിൻ എന്നൊരു സ്ഥലത്ത് കടന്നു പോയിട്ട് ഗോതിരത്ത് നിന്നും ചാരായം കള്ളവാറ്റ് ചാരായം കൊണ്ടുവരികയും അവിടെ 2-3 പേരെ നിർത്തി തുപ്രയാറ്, ഞാൻ വളപ്പാട് തുപ്രയാറ് സ്ഥലങ്ങളിലൊക്കെ ആ ചാരായം വിൽക്കുകയും ഒപ്പം തന്നെ അതിനകത്ത് നല്ല വരുമാനം എനിക്കുണ്ടായി. ആ സമയങ്ങളിൽ വീണ്ടും ചില ബിസിനസ് തുടങ്ങി. അത് കഞ്ചാവ് ബിസിനസ്സായിരുന്നു. അതിനും വിൽക്കാനായിട്ടൊക്കെ പലരെയും നിർത്തി വിൽപ്പന തുടങ്ങി. അങ്ങനെ ആ ചെറുപ്രായം, വളരെ ചെറുപ്രായത്തിൽ അവളുടെ മ്ലേച്ഛകരമാവുന്ന അനുഭവത്തിൽ കടന്നു പോകേണ്ട അവസ്ഥ ജീവിതത്തിലുണ്ടായി. ഏത് പ്രായത്തിലായിരുന്നു ഇങ്ങനെയുള്ള? ഇതൊരു നമ്മളൊരു 17 വയസ്സ് പോലെ തുടങ്ങി. 17-18 വയസ്സ് പോലെ തുടങ്ങി. അപ്പോൾ എനിക്ക് ആ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ മനസ്സിനകത്തുണ്ടെങ്കിൽ സ്മഗ്ലിംഗ് ബിസിനസ്സുകാരനാകണം എന്നുള്ള ചിന്തയാണ് എൻ്റെ ചെറുപ്രായത്തിൽ ഭരിക്കാനിടയായിത്തീർന്നത്. അല്ല, അങ്ങനെ ഒരു തോന്നൽ വരാൻ എന്തെങ്കിലും? അത് സിനിമയാണ്. ഹിന്ദി സിനിമയും ഇംഗ്ലീഷ് സിനിമയും കാണുകയും മാറി മാറി കാണുകയും അതിനകത്ത് വില്ലന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ചെറുപ്രായത്തിൽ അനുകരിക്കാൻ തുടങ്ങി. എപ്പോഴും എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കഥാപാത്രത്തോട് എനിക്ക് ഇഷ്ടമായിരുന്നു.
അല്ലെങ്കിൽ അടിയൻ പിടി ഉണ്ടാക്കുന്ന ആൾക്കാർ അമ്മാതിരി തന്നെ ഒരു അങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരായിരുന്നു എൻ്റെ ഹീറോ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയങ്ങളിലൊക്കെ. അപ്പോൾ ഈ ബിസിനസ്സൊക്കെ ചെയ്ത് കുറേ പൈസയൊക്കെ ഉണ്ടാക്കി കൂട്ടുകാരുണ്ടായിരുന്നു, ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ബേസിൽ പല പട്ടം ജയിലിലൊക്കെ ആയി. ജയിലിനകത്തപ്പെട്ട് ജയിലിൽ പോകാനുള്ള ഒരു പശ്ചാത്തലം എന്തായിരുന്നു? ജയിലിൽ ഈ ബിസിനസ് തന്നെയായിരുന്നു. ബിസിനസ് നമ്മൾ ഈ വാറ്റുകാരായും പിടിച്ച് അങ്ങനെ ജയിലിൽ പോകേണ്ട അവസ്ഥയുണ്ടായി. പിടിച്ച് ജയിലിൽ പോകുന്ന സമയത്ത് എൻ്റെ അപ്പൻ, എൻ്റെ വീട്ടിലെ മൂത്ത മകൻ ഞാനാണ്. അപ്പൻ എന്നെ കാണുകയും കടന്നു വരികയും എന്നെ കണ്ട് പറഞ്ഞു, മോനെ നീ വീട്ടിൽ മൂത്ത മകനാണ്, എൻ്റെ താഴെ 3 സഹോദരിമാരുണ്ട്, എൻ്റെ താഴെ അനിയനുണ്ട്. ഇങ്ങനെ പറഞ്ഞു, നീ നല്ലവരായി ജീവിക്കണം, നീ മോശമായിട്ട് പോകരുത്, നീ പോകാതെ ഞങ്ങൾക്ക് ആത്മഹത്യക്ക് പോലും തയ്യാറായതാണ്, നീ അങ്ങനെ കൂട്ടുകെട്ടി പോകരുതെന്ന് പറഞ്ഞ് താക്കീതൊക്കെ നൽകി എന്നെ പുറത്ത് കൊണ്ടുവന്നു. പക്ഷേ എനിക്ക് അങ്ങനെ പുറത്തിറങ്ങിയിട്ടും എനിക്ക് അതുപോലെ അപ്പം പറഞ്ഞ അപ്പനോടത്തെ വാക്കനുസരിച്ച് നിൽക്കാനേ കഴിഞ്ഞില്ല. കാരണം എൻ്റെ കൂട്ടുകെട്ട് അങ്ങനെയായിരുന്നു. വീണ്ടും പല പ്രശ്നങ്ങളും എൻ്റെ പേരിൽ കടന്നു വന്നു, പല കേസുകളും പല നിലയിലുള്ള കേസുകളുടെ പേരിൽ വന്നു. അങ്ങനെ ഞാൻ നാട് വിട്ട് പോകേണ്ട ഒരു അവസ്ഥ ജീവിതം ഉണ്ടായി. അങ്ങനെ നാട് വിട്ട് ഞാൻ ചെല്ലുന്നത് ബോംബെയിലാണ് ചെന്നപ്പെട്ടത്. ബോംബെയിൽ നമ്മൾ പറയുമ്പോൾ ഏഷ്യയിൽ ഏറ്റവും വലിയ ചേരിപ്രദേശം അറിയപ്പെടുന്ന ബോംബെ ധാരാവി എന്ന സ്ഥലത്താണ് ചെന്നപ്പെടാൻ ഇടയായിരുന്നത്. അവിടെ കുറേ നാൾ പലവിധമായിട്ടുള്ള ബിസിനസ്സുകളും പല കൂട്ടുകെട്ടുണ്ടായിരുന്നു, പല കാര്യങ്ങളൊക്കെ ചെയ്തു, മുന്നോട്ട് നീങ്ങി. പക്ഷേ എത്ര പൈസ ഉണ്ടെങ്കിലും കൂട്ടുകാർ കൂടുതലിൻ്റെ പേരിൽ കുടിയും കാര്യങ്ങൾ അതുപോലെ എല്ലാം ലെക്ചറുന്ന കാര്യങ്ങൾ ആ ചെറുപ്പത്തിൽ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാനിങ്ങനെ നശിക്കുമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിനകത്ത് വന്നു. ആ സമയത്ത് ഇന്ത്യയുടെ പല പട്ടണത്തിൽ ഞാൻ ആ സമയങ്ങൾ കടന്നുപോയി. ബാംഗ്ലൂർ കുറേ ഉണ്ടായിരുന്നു, ആൻഡമാൻ നിക്കോബർ ദ്വീപിൽ പോയിരുന്നു, മദ്രാസിൽ പോയിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാനൊരു യാത്രയൊക്കെ ചെയ്തു. ഒക്കെ ഈ അന്നത്തെ സമയങ്ങളൊക്കെ പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ ഏത് വഴിയാണ് ഏറ്റവും നല്ലത്, അതാണ് ചിന്തിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെയൊക്കെ പലപ്പോഴും പരാജയങ്ങളായിരുന്നു, ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ കൊച്ചിയിൽ എറണാകുളത്ത് വന്ന് ഒരു ജോലി സമ്പാദിക്കുകയാണ്. ഒരു സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ജോലി സമ്പാദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് നല്ലപോലെ ജീവിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലവിധമായിരിക്കുന്ന ബിസിനസ്സുകാരുമായിട്ട് ബന്ധപ്പെടാനിടയായിത്തീർന്നു, തട്ടിപ്പുകാരുമായി ബന്ധപ്പെടാനിടയായിത്തീർന്നു. അതിനകത്ത് കള്ളനോട്ട് വിൽക്കാമെന്ന് പറഞ്ഞ തരാമെന്ന് പറഞ്ഞ ചില വ്യക്തികളുമായിട്ട് പരിചയപ്പെട്ടു, വിസ തട്ടിപ്പുകാരുമായിട്ട് ബന്ധപ്പെടാനിടയായിത്തീർന്നു. അങ്ങനെ ഈ സ്റ്റാർ ഹോട്ടൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് കൂട്ടുകൂടുകയും അവരിലൊരാളായിട്ട് ഏജൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യാനിടയായിത്തീർന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കേസുകളൊന്നും തന്നെ പോലീസിന് പരാതി പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു, ഒക്കെ നമ്പർ 2 ബിസിനസ്സുകളാണ്, തട്ടിപ്പ് പരിപാടികളാണ്. ഇത് പോലീസ് പരാതി പറയാൻ കഴിയത്തില്ല. പിന്നെ അത് എങ്ങനെ പരിഹരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അടിക്കണ ഞങ്ങൾ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഉപദ്രവിക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആരും വഴിയില്ല. അപ്പോൾ അതിന് അങ്ങനെ വിഷയങ്ങൾ നമുക്ക് അറിയാവുന്നതിൻ്റെ പേരിൽ ആ സമയങ്ങളിൽ എറണാകുളത്തിനുള്ള മട്ടാഞ്ചേരി, അതുമാതിരി തന്നെ ആലുവ, കത്രിക്കടവ്, അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള എന്ത് ചെയ്യാൻ പാടില്ലാത്ത കുറേ ഗുണ്ടകളായിട്ടുള്ള ലിങ്ക് ഉണ്ടായിരുന്നു. ആ കൂട്ടുകെട്ടും കുറേ വന്നു. ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ട് പല ബിസിനസ് ചെയ്ത് മുന്നോട്ട് നീങ്ങി. കിട്ടുന്ന പൈസ ഇഷ്ടംപോലെ പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും വീട്ടിലേക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, എല്ലാം ഞങ്ങൾ കൂട്ടുകൂടി മദ്യപിച്ച് ആ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നല്ലാതെ ഒരു മാറ്റിവെക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. കുറേ നാൾ ജോലി ഉണ്ടായിരുന്നു. ഒരു ജോലിയൊക്കെ ഉപേക്ഷിച്ച് വീണ്ടും ഇതിൽ തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠനത്തോട് ബന്ധം കടന്നു വേണ്ടിയായിരുന്നു. അവൻ BA പഠിക്കാനായിട്ട് മഹാരാജാസ് കോളേജിൽ വന്നു. ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനുമായിട്ട് ബന്ധപ്പെടാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഞാൻ അവനായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവനൊരു രാഷ്ട്രീയമായിട്ടൊരു പിടിപാടുള്ള വ്യക്തിയാണ്. പക്ഷേ അവനെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് 8ാം ക്ലാസ് പോയിട്ട് ഒരുമിച്ച് പഠിച്ചവനാണ്. അവൻ PDD കേരളവർമ്മ കോളേജിൽ പഠിച്ചു. ഡിഗ്രിക്കാണ് മഹാരാജാസ് കോളേജിൽ വന്നത്. ആ സമയത്താണ് വീണ്ടും ഞങ്ങൾ ബന്ധപ്പെടുന്നത് കാണുന്നത്. അങ്ങനെ ഇവനായിട്ട് അവിടെ കോളേജിൽ ചില പ്രശ്നങ്ങളുണ്ടായി. മഹാരാജാസ് കോളേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും SFIയും KISും തമ്മിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും നടക്കുന്ന സ്ഥലമാണ്. ആ സമയങ്ങളിൽ ഇവനും ചില പ്രശ്നങ്ങളുണ്ടായി. ഇവൻ്റെ പേരിൽ പല കേസുകൾ വന്നു. ആദ്യമായിട്ട് കൊലക്കേസ് വന്നു.
ആ കൊലക്കേസിൽ പല പ്രശ്നങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഇവൻ കോളേജ് ഹോസ്റ്റൽ താമസം മാറ്റി എന്നോടൊപ്പം താമസം തുടങ്ങാനിടയായിത്തീർന്നു. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സുമുഖന്മാരായിരിക്കുന്ന സാമ്പത്തിക ശേഷിയുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ അവൻ്റെ കൂടെയുണ്ട്. എന്ത് ചെയ്യാൻ പറ്റില്ലാത്തൊരു പറ്റം ചെറുപ്പക്കാർ എന്നോട് കൂടെയുണ്ട്. അങ്ങനെ 2 ഗ്രൂപ്പ് കൂടി പട്ടണത്തിൽ ഞങ്ങൾ കൂടാനിടയായിത്തീർന്നു. അങ്ങനെ മുന്നോട്ട് പോകവേ പല കേസുകൾ ഞങ്ങളുടെ പേരിൽ വരുവാനിടയായിത്തീർന്നു. പല അടിപൊളി കേസുകൾ, അങ്ങനെയുള്ള പല കേസുകളും വന്നുകൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് നീങ്ങി. മാത്രമല്ല സമയങ്ങളിലൊക്കെ തന്നെ എല്ലാവർക്കും എന്നെ ആവശ്യമായിരുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ആവശ്യമായിരുന്നു, അബ്കാരി കോൺട്രാക്ടേഴ്സിന് ആവശ്യമായിരുന്നു, വ്യവസായ പ്രമുഖർക്ക് ആവശ്യമായിരുന്നു, ഫിലിം പ്രൊഡ്യൂസേഴ്സിന് ആവശ്യമായിരുന്നു. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുമൊക്കെ ഞങ്ങളുമായിട്ട് സഹകരിച്ച് പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് നീങ്ങവേ അപ്പോൾ എന്നെ അറിയപ്പെട്ട് കഴിഞ്ഞു. എറണാകുളത്ത് എല്ലാവർക്കും എന്നെ അറിയാൻ നിലയിലായി. ആ സമയത്ത് ഒരു കൊലക്കേസുമായി ബന്ധപ്പെടുവാനിടയായിത്തീർന്നു. ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 8 പേരിനത് കേസിനാസ്പദമായ 8 പേരുണ്ടായിരുന്നു. 8 പേരെയും പിടിക്കാനിടയായിത്തീർന്നു. പിടിച്ചു. ഞങ്ങൾ മട്ടാഞ്ചേരി കോടതിയിൽ ഞങ്ങൾ ഹാജരാക്കി. മട്ടാഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. അതിന് 3 മാസം മട്ടാഞ്ചേരി സബ് ജയിലിൽ കഴിയേണ്ട അവസ്ഥയുണ്ടായി. അതിനുശേഷം ഞങ്ങൾക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങുവാനായിട്ട് വഴി തുറന്നു. ഞങ്ങളെല്ലാവരും അങ്ങനെ ജാമ്യം കിട്ടി പുറത്തിറങ്ങി. വീണ്ടും പല വിധമായുള്ള കേസുകളിൽ ബന്ധപ്പെടാനിടയായിത്തീർന്നു. അതിനുശേഷം ഞങ്ങളെ കേസ് വാദിക്കാനൊരു 4 അഡ്വക്കേറ്റ്മാരാണ് ഞങ്ങൾ കേസ് വാദിക്കാനിടയായിത്തീർന്നത്. ഒന്ന് MN സുകുമാരൻ നായർ, കുഞ്ഞിരാമൻ മേനോൻ, തോമസ് പി ജേക്കബ്, TV പ്രഭാകരൻ. 4 പേരും കേരളത്തിലെ പ്രഗത്ഭരായിരിക്കുന്ന അഡ്വക്കേറ്റ്മാരാണ്. അവർ 4 പേര് ഒരുപോലെ പറഞ്ഞത് കേസ് ശിക്ഷിക്കത്തില്ല, ഈ കേസ് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് വകുപ്പുണ്ട്. അല്ല, ഈ കൊലപാതക കേസ് പറഞ്ഞല്ലോ, ആ പശ്ചാത്തലമൊന്നും പറഞ്ഞില്ല. എന്താണ് ആ എങ്ങനെയാണ് അത് സംഭവിച്ചത്, ആരാണ്, അതിനെ കുറിച്ചൊന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറയാം. ഈ കൊലക്കേസ് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം കൊച്ചിയിൽ നടന്നൊരു കോക്കേസ് വധക്കേസ് പറയും. അത് മട്ടാഞ്ചേരിയിൽ നടന്ന ഒരു കൊലക്കേസാണ്. അത് അവിടെ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് കേസ് വന്നത് എങ്ങനെയാണ്, അവിടെ ഞങ്ങളെ ഒരു വാടകക്കൊലയാളിയായിട്ടാണ് ഞങ്ങളെ പിടിക്കപ്പെടാനിടയായിത്തീർന്നത്. അവിടെ ഒരു വ്യക്തി മരണപ്പെടാനിടയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബു എന്നാണ്. മരിച്ചു. അവിടെ അദ്ദേഹത്തെ നമ്മൾ കൊല ചെയ്യാനായിട്ട് പോയതൊന്നുമല്ല, പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെടാനിടയായിത്തീർന്നു. തല്ല് കൊടുക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് കൊലപാതകത്തിൽ കടന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. 4 പേരും മനസ്സിലാക്കി. പിന്നെ എറണാകുളം ലുലു മൈമൂർ തിയേറ്ററിൻ്റെ ഉടമസ്ഥനായി സിയാദ് കോക്കർ ഞങ്ങൾ കൂട്ടുപ്രതിയായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് സിനിമയിൽ അഭിനയിക്കുന്ന ബാബുരാജൻ്റെ കൂട്ടുപ്രതിയാണ്. അമാതിരി തന്നെ മട്ടാഞ്ചേരിയിലുള്ള ചെണ്ടു നൗഷാദ് നാസർ അവരുടെ കൂട്ടുപ്രതിയായിരുന്നു. പിന്നെ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്നത് പറവൂർ സ്വദേശിയാണ്. താനൊരു അറിയപ്പെടുന്നൊരു ഗുണ്ട പോലെയുള്ളൊരു മനുഷ്യനാണ്. വെടിമറ സ്വദേശിയാണ്. താനീ കൊലക്കേസ് പ്രതിയായിരുന്നു. അന്ന് ഈ സിയാദ് കോക്കറിന് 3 സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു. ഒന്ന് എറണാകുളത്തുള്ള ലുലു മൈമൂൺ, 2 കൊച്ചി കോക്കേഴ്സ്. പിന്നെ അദ്ദേഹം ഫിലിം പ്രൊഡ്യൂസറും കൂടിയായിരുന്നു. കോക്കേഴ്സ് ഫിലിംസിൻ്റെ ഫിലിം പ്രൊഡ്യൂസറും കൂടി അദ്ദേഹം അങ്ങനെയായിരുന്നു. അങ്ങനെ 8 പേരാണ് കേസിൽ ആസ്പദമായി പിടിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. അല്ലെങ്കിൽ ആ സമയങ്ങളിൽ അതിനെക്കുറിച്ച് പറയാൻ ഇഷ്ടംപോലെ കാര്യം പറയാനുണ്ട്. പക്ഷേ അങ്ങനെ ഞങ്ങൾ 8 പേരും അതിനകത്ത് പ്രതികളാണെന്ന് ബോധ്യപ്പെട്ട് ഞാനൊക്കെ വാടകക്കൊലയാളി എന്ന നിലയാണ് അറിയപ്പെടേണ്ടതായിരുന്നത്. അങ്ങനെയാണ് ഞങ്ങളെ പിടിക്കപ്പെട്ട് ജയിലിലകപ്പെടാനിടയായിത്തീർന്നു. അങ്ങനെ 3 മാസം സബ് ജയിലിൽ കഴിഞ്ഞ് അവിടെ പുറത്തിറങ്ങി, ജാമ്യം കിട്ടി പുറത്തിറങ്ങി. അഡ്വക്കേറ്റുമാർ 4 അഡ്വക്കേറ്റുമാർ ഞങ്ങൾ കേസ് വാദിക്കാനുണ്ടായിരുന്നു. 4 പേര് ഒരുപോലെ പറഞ്ഞ് കേസ് ശിക്ഷിക്കത്തില്ല പറഞ്ഞു. വീണ്ടും പുറത്തിറങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെങ്കിൽ പേപ്പറിൽ എന്നെക്കുറിച്ചൊക്കെ വലിയ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. അന്ന് TV മാധ്യമങ്ങൾ വളരെ കുറവാണ്, എന്നാൽ പേപ്പറിൽ കൂടെ വാർത്ത വന്നുകൊണ്ടിരുന്നു. ആ വാർത്തയിൽ ഞങ്ങളെക്കുറിച്ച് വളരെ ഹീറോ പോലുള്ള നിലയിലാണ് ആ വാർത്ത ഞങ്ങളെക്കുറിച്ചൊക്കെ ഇടാനിടയായിത്തീർന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലായത് ഇത് മതി, ഈ പത്രവാർത്ത മതി മുന്നോട്ട് പോകാമെന്നുള്ള ചിന്തയാണ് എപ്പോഴും എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ മാറ്റമൊന്നുമില്ല. ഏതായാലും ഇതല്ല, വേറെ വഴിയൊന്നുമില്ല.
അങ്ങനെ വീണ്ടും പല പരിപാടികൾക്ക് ഇറങ്ങി പോകുന്ന ആ സമയങ്ങളിൽ ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെട്ടു. അവൾ ഹോസ്പിറ്റൽ നഴ്സായിരുന്നു, എറണാകുളത്തൊരു ഹോസ്പിറ്റൽ നഴ്സായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടു. വിവാഹത്തിന് ഞാനങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളും വിവാഹം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയങ്ങളിൽ അവളെ ഞങ്ങൾ കണ്ടു, പരിചയപ്പെട്ടു. എനിക്കിഷ്ടമായി, അവൾക്കെന്നെ ഇഷ്ടമായി. പക്ഷെ അവൾക്കൊരു കൊലക്കേസ് പ്രതിയാണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ എപ്പോഴും പല പല വണ്ടികൾ മാറി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കൂട്ടുകാരുടെ വണ്ടിയാണ്, പല വണ്ടി മാറി നടക്കും. അപ്പോൾ ഞാൻ സ്നേഹിച്ച പെൺകുട്ടിക്ക് അവൾക്ക് പുറത്ത് പോകുന്നത് താല്പര്യം, ഗൾഫിൽ പോകണം, നഴ്സായിട്ട് ജോലി ചെയ്യണം, അതിനുള്ള സാഹചര്യം കൂടി അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനന്നൊരു തട്ടിപ്പുകാരൻ, ഞാൻ തട്ടിപ്പിന് മാസ്റ്റർ ഡിഗ്രി എടുത്ത വ്യക്തിയാണ്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ദോഹയിൽ ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ ഉണ്ട്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കല്യാണത്തിന് ഏതെങ്കിലും അടുത്തെത്തി കഴിഞ്ഞപ്പോൾ എനിക്കും ഞാൻ സ്നേഹിച്ച പെൺകുട്ടിക്ക് അറിയാവുന്നൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. എന്നെ അറിയാം, എൻ്റെ വൈഫിനെ അറിയാം, എൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ ആ പോലീസ് ഓഫീസർ ഒരു ദിവസം ജോലിയെ കണ്ട് അദ്ദേഹം മനസ്സിലാക്കി ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ജോലിയെടുത്ത് പറഞ്ഞു എൻ്റെ വൈഫിൻ്റെ ജോലിയിൽ നിന്നാണ്, പെൺകുട്ടിയുടെ ജോലിയിൽ നിന്നാണ്. ജോലിയോട് ചോദിച്ചിങ്ങനെ പറഞ്ഞു, അല്ല ജോസ്, ജോലി ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ ചോദിക്കാൻ പറഞ്ഞു, ഇത് ജോസുമായിട്ട് സ്നേഹമാണോ? അത് ജോസുമായിട്ട് സ്നേഹമാണ്. എന്നാൽ ജോസിനെ കുറിച്ച് എല്ലാം അറിയോ? എല്ലാം പഠിച്ചിട്ടാണ് ജോസിനെ കുറിച്ച് എല്ലാം പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ എനിക്കെല്ലാം അറിയാം, എന്തൊക്കെ അറിയാം. അപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന് ദോഹയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളി കുറച്ച് നേരം കേട്ടിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, നീ ഒരു വാടക കൊലയാളിയാണ് അവനെന്ന് നിനക്കറിയോ? അതിൻ്റെ പേരിൽ നീ കല്യാണത്തിന് നിൽക്കണ്ട, നീ നിൻ്റെ വഴി വിട്ട് വേഗം രക്ഷപ്പെടാനും പറഞ്ഞു. കാരണം അവൻ നിന്നെ ചതിയാണ് അവൻ. അതിൻ്റെ പേരിൽ അവൾ ബന്ധപ്പെടരുതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്ഥിരം കാണുന്ന സ്ഥലം കാണുന്നില്ല, ആളെ കാണുന്നില്ല. കുറച്ച് ആളെ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് എൻ്റെ അറിവ് കിട്ടി, നിങ്ങളൊരു കൊലക്കേസ് പ്രതിയാണെന്ന് അറിഞ്ഞു, അത് വാടക കൊലയാളിയെന്ന് അറിയേണ്ടത് ശരിയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ രോഷത്തിൽ ഞാൻ ചോദിച്ചു, ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞിട്ട് തല വെട്ടിയിട്ടാലും ഞാൻ പറയില്ല, ആരാണെന്ന് പറയത്തില്ല, സത്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് സത്യമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സത്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിരപരാധിയാണ്, ഞാൻ ഇത് ചെയ്ത് സമ്മതം നടന്നത് ശരിയാണ്, പക്ഷെ ഞാൻ നിരപരാധിയാണ്. ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കേസിനെക്കുറിച്ച് വിഷമിക്കേണ്ട, കേസ് നമ്മൾ വെറുതെ വിടും, കേസിന് വിഷയങ്ങളൊന്നുമില്ല പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് കേസൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയ പോരെ എന്നുള്ള ഒരു സംസാരം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഇട്ട് പോകാനുള്ള പരിപാടിയാണെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിനകത്ത് വന്നു. അപ്പോൾ എൻ്റെ പ്രതിയായിരുന്നു ബാബുരാജ് ഇപ്പോൾ ഫിലിം സ്റ്റാറാണ്. അന്ന് ബാബുരാജ് ലോ കോളേജ് പഠിച്ച പൂനെയിൽ ലോ കോളേജ് പഠിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ലോ കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ അവന് ലീവിന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ തോറും ബാബുരാജ് ഇന്ന സംഭവം എന്നാണെങ്കിൽ ഞങ്ങൾ സ്നേഹമാണ്, പക്ഷേ അവളിപ്പോൾ രക്ഷപ്പെടാൻ പോവാണ്, എന്നെ ഇട്ടേച്ച് പോകാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെ വിടരുത്, നമുക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. നീ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു പ്രത്യേക ഒരു ലോക്ക് പോലെ ഒരു സംഭവം ഉണ്ടാക്കി രജിസ്റ്റർ മാരേജ് നടത്തി ഞങ്ങൾ. അങ്ങനെ എൻ്റെ ഭാര്യ അവളെ വീട്ടിൽ പോയി, ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. കല്യാണം കഴിച്ച കാര്യമൊക്കെ വീട്ടിൽ പറഞ്ഞു, ജോലി പറഞ്ഞു. അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ വൈഫിൻ്റെ അപ്പനും അമ്മയ്ക്ക് ഒരു ഒറ്റ മോളുള്ളായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അപ്പനാണ് നിന്നെ കൊന്നുകളയും, അതിൻ്റെ പേര് ഇപ്പോൾ ഒന്നും പറയണ്ട. പിന്നെ ബന്ധുപുത്താദികൾക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതായാലും പള്ളി അറിഞ്ഞ് കല്യാണം നടത്താമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ പള്ളി അറിഞ്ഞ് കല്യാണങ്ങൾ നടത്തി. അങ്ങനെ മുന്നോട്ട് സന്തോഷകരമായ നിലയിൽ എനിക്കൊരു ജീവിക്കണം എന്നൊരു ആഗ്രഹം ആ സമയത്ത് വരേണ്ടതായിരുന്നു, നല്ലവരായി ജീവിക്കുന്ന ഒരു ആഗ്രഹം ആ സമയത്ത് വന്നു. പക്ഷേ എന്നെ വിട്ടാലും എന്നെ വിടാത്ത ചില കെട്ടുകളും പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. എന്നാൽ ഞങ്ങൾ കുറേ ദിവസം നല്ല നിലയിൽ മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരുന്നു. അഡ്വക്കേറ്റുമാർ പറഞ്ഞ കേസ് ശിക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞു. 1991 ഏപ്രിൽ മാസം 11-ാം തീയതി എന്നെയും എൻ്റെ 7 കൂട്ടുകാരെയും 8 പേരെയും ജീവന് ശിക്ഷിച്ച്
ഞങ്ങൾ പൂജപ്പുര സെൻട്രലിലേക്ക് കടക്കേണ്ട അവസ്ഥയുണ്ടായി. അപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വേദന എൻ്റെ വൈഫിനെ കുറിച്ചുള്ള വേദനയാണ്. കാരണം അവളാകെ തകർന്നിരിക്കുകയാണ്. എന്തായിരിക്കും അവസ്ഥ എനിക്കറിയാൻ പാടില്ല. അഡ്വക്കേറ്റുമാർ പറഞ്ഞ വാക്കൊന്നും നിറവേറ്റാൻ കഴിഞ്ഞില്ല. ജയിലിലായി. ആകെ ഒരു തകർച്ചയുടെ അവസ്ഥ വന്നു. എന്നാലും ഒരു എന്താ പറയുക, ആരും ഭയപ്പെടുന്ന കൂട്ടത്തിലല്ലായിരുന്നു ഞാൻ. ജയിലിൽ പോയി. ജയിലിൽ പൂജപ്പുര സെൻട്രലിനകത്ത് സീനിയർ തടവുകാരായി പലരും എൻ്റെ കൂട്ടുകാരാണ്. സീനിയർ തടവുകാരെന്ന് പറഞ്ഞെങ്കിൽ അവിടെ പലരും സീനിയർ തടവുകാർ പലരും ഉണ്ട്. അവർ പരോളിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കമ്പനി അടിക്കാറുണ്ട്. എറണാകുളത്ത് വന്ന് കമ്പനി അടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ സീനിയർ തടവുകാരെ പലരും ബന്ധങ്ങളുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് ശിക്ഷിക്കപ്പെട്ട് വരികയാണെങ്കിൽ പൂജപ്പുര സെൻട്രലിൽ തന്നെ വരണം, കണ്ണൂർ പോകരുത്, ഈ സെൻട്രൽ ജയിലിൽ പൂജപ്പുര തന്നെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തിരഞ്ഞെടുത്ത് അവിടെ പോകാനായിട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ 8 പേര് അവിടെ പോയി. അപ്പോൾ ഈ സീനിയർ തടവുകാരൊക്കെ ജയിലിൽ ഞങ്ങൾ പരിചയമുള്ളതിൻ്റെ പേരിൽ ജയിലിൻ്റെ നടയിടി പറ്റിയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാകാനിടയായി തീർന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സീനിയർ തടവുകാർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതിൻ്റെ പേരിൽ ജയിലിനകത്ത് ആരും തലകുറിക്കാതെ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് പിശാചുകൾ കൊണ്ട് എത്തിക്കേണ്ട, ദൈവമല്ല പിശാച് കൊണ്ട് എത്തിക്കേണ്ടതായി തീർന്നു. കുറേ നാളുകൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എൻ്റെ കൂട്ടുകാർ 4 പേര് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഉന്നതരും സാമ്പത്തിക ശേഷിയും എല്ലാവരും തന്നെ, അവരൊക്കെ പരോളിന് വേണ്ടി പുഷ് ചെയ്തു. അവർ 7 പേരും പരോളിലിറങ്ങി. എന്നെ മാത്രം പരോളിറക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കൂട്ടുകാർ, ഞാൻ വിചാരിച്ചതാണ് എൻ്റെ കൂട്ടുകാരെൻ്റെ കാര്യം ചെയ്യുമെന്നുള്ള ഉറപ്പെനിക്കുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം കൈയൊഴിഞ്ഞു. അവരവരുടെ കാര്യം അവരവരുടെ കാര്യങ്ങളിൽ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ജയിലിൽ ഒറ്റപ്പെട്ടു. അപ്പോൾ ജയിലിനകത്തും വലിയ അഹങ്കാരിയായിട്ട് നടന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വഹിക്കത്തില്ല. അവരെന്താണെന്ന് വെച്ചാൽ അതാ ചോദിക്കും. അങ്ങനെ അവർക്കിടയിലൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ചില സമയങ്ങളിൽ. പക്ഷേ 7 പേരും പരോളിറങ്ങിക്കഴിഞ്ഞ് കുറേ നാൾ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലായി, ഇവൻ്റെ പടം മാത്രമുള്ള, ഇവൻ വെറുതെയാണ് പറയുന്നത്, ഇവൻ്റെ ചുക്കുമില്ല, ഇവൻ ആരുമില്ല എന്ന് ബോധ്യമായി. അങ്ങനെ അവരും എന്നെ എന്ത് ചെയ്തു, എന്നെ ഹരാസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് വേണ്ടി ചില ചതിക്കെണികൾ ജയിലിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുക്കാനിടയായി തീർന്നു. അതിൽ അവരൊരിക്കലും കെണിക്കാതെ ഞാൻ ചെന്ന് ചാടി. ഞാൻ പിടിക്കപ്പെട്ടു. എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ടായിരുന്നു. അവർ തപ്പി ആ പൈസ കണ്ടെത്തി. അന്ന് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ സെൻട്രൽ ജയിൽ അടിച്ചു കഴിഞ്ഞാൽ അങ്ങ് കാണുന്നൊരു ടവറാണ് കാണുന്നത്. ആ ടവറിന് ചുറ്റും ഒരു ചെറിയ ഗ്രൗണ്ടാണ്. സെൻട്രൽ ജയിൽ 12 ബ്ലോക്കായി തിരിച്ചിരിക്കുന്നത്. ഈ ടവർ 3 നിലയുള്ളതാണ്. ഈ ടവറിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ 12 ബ്ലോക്കിൽ നടക്കുന്ന ഏകദേശം കാഴ്ചകൾ കാണാനായിട്ട് കഴിയും. ഈ ടവറിനകത്തേക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ അവന് ശരിക്കും ഇടികൊള്ളുന്ന ഉറപ്പുള്ള ഒരു സ്ഥലമാണ് അവിടെ. ജയിൽ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇടിക്കാനായിട്ട് ചില ഗ്രൂപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ എന്നെ ഈ ഗ്രൗണ്ടിൽ, ഈ ടവറിൻ്റെ ചുറ്റുമുള്ള ഗ്രൗണ്ടിലാണ് 1200 തടവുകാരെന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിനകത്ത് തിരുവനന്തപുരത്തുണ്ട്. ഈ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മിക്കവാറും പേര് ജോലിക്ക് പോകുന്നവരാണ്. ജോലി എന്ന് പറയുമ്പോൾ അവിടെ പ്രസ്സുണ്ട്, ഗവൺമെൻറ് പ്രസ്സുണ്ട്, നെയ്ത്തുശാലയുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കൃഷിപ്പണി ചെയ്യുന്നവരുണ്ട്, എരുമേല നോക്കാൻ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ നമ്മൾ മേശ കസാരയൊക്കെ തയ്യാറാക്കുന്നവരുണ്ട്, അതിനുള്ള കാർപ്പൻറ്റേഴ്സുണ്ട്. അങ്ങനെ പലരും അവിടെ പണിക്ക് പോകുന്നവരുണ്ട്. പണിക്ക് പോകണം. ഈ പണിക്ക് പോകാനായിട്ട് രാവിലെ തന്നെ 7 മണിയാകുമ്പോൾ ഈ ടവറിന് ചുറ്റും എല്ലാവരും തടവുകാരെല്ലാം വന്നുകൊണ്ടിരിക്കും. തടവർ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പ് തിരിച്ച് അവരെന്ത് ചെയ്യും, അവരോരോ പണിക്ക് വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ നമ്പറാണ് വിളിക്കുന്നത്. എൻ്റെ നമ്പർ 9409 അങ്ങനെ ഓരോരുത്തർ വിളിച്ച് ജയിലിനകത്ത് നിന്ന് പുറത്തേക്ക് ജോലിക്ക് കൊണ്ടുപോകും. അത് ജയിൽ കോമ്പൗണ്ട് തന്നെയാണ്. അവിടെ ജോലിക്ക് കൊണ്ടുപോകുന്ന സ്ഥിരം പതിവാണ്. പക്ഷെ അങ്ങനെ ജോലിക്ക് കൊണ്ടുപോകാൻ പോകുന്ന സമയത്താണ് എന്നെ ടവറിനകത്തേക്ക് വിളിപ്പിക്കുന്നത്. കാരണം ഞാനൊരു കുറ്റകൃത്യത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല പോലീസുകാർ ഞാൻ നോട്ടപ്പിള്ളേക്ക് നെറ്റിക്ക് കൂടിയാണ്. അങ്ങനെ ആ ടവറിനകത്ത് കയറ്റി മാത്രമേ ഓർമ്മയുള്ളൂ എനിക്ക്. ഒരു 5-8 പേര് ശരിക്കും എന്നെ മർദ്ദിക്കാനിടയായി തീർന്നു. മർദ്ദനയിൽ കൊല്ലാനായിട്ടുള്ള ഇടിയാണ്. ഞാൻ വളരെ
എനിക്ക് മനസ്സിലായി ഞാൻ എഴുന്നേൽക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയായി. ഞാൻ ജയിലിലൊരു നിഗളിയായിരുന്നു. ആരും ഒരു വകവയ്ക്കുന്നൊരു കൂട്ടത്തിലല്ലായിരുന്നു. എല്ലാവരും മുമ്പിൽ ഞാൻ വലിയ ആളാണെന്ന് നടക്കുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ കരച്ചിലും ഇടിയുടെ ശബ്ദമെല്ലാം കേട്ട് മറ്റുള്ളവരും തടവുകാരെല്ലാം ചുറ്റും നിൽക്കുക അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു തെറ്റ് ചെയ്ത വ്യക്തി എങ്ങനെയാണ് ഈ ജയിലിൽ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് മറ്റുള്ളവർ കാണാനായിട്ടാണ് എന്നെ കൈകാര്യം ചെയ്യുന്നത്. അത് ഇടിച്ച് ഞാൻ അവശനായി മാറി മറ്റുള്ളവരുടെ സഹായത്താൽ ജയിലിനകത്തൊരു മുറിയിൽ എന്നെ കൊണ്ടിടാനിടയായിത്തീർന്നു. ശരീരം മുഴുവൻ നീര് വന്ന് വീർത്ത് എഴുന്നേൽക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഉള്ള വെള്ളം എടുത്ത് കുടിക്കാൻ കഴിയാതെ ഞാൻ വളരെ ഭാരപ്പെട്ട സമയങ്ങൾ. ആ സമയങ്ങളിൽ ഞാൻ ഈ ജയിലിൽ വന്ന സമയം മുതൽ തന്നെ പലരും ദൈവത്തിന് സ്നേഹമായിട്ട് ജയിലിനകത്ത് ശുശ്രൂഷ അറിയിച്ച അനേകരുണ്ടായിരുന്നു. എന്നെപ്പോലെ ശിക്ഷിക്കപ്പെട്ട് നിൽക്കുന്നവരാണ്. അവരുടെ അടുത്ത് വന്നിട്ട് പറയും, ജോസേ, നിന്റെ നീറുന്ന വിഷയങ്ങൾ പരിഹാരം തന്നെ യേശു ക്രിസ്തുവിന് കഴിയും, നീ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം കൊണ്ട് ഇത് മാറ്റമുണ്ടാകും എന്ന് പലരും പറയാനിടയായിത്തീർന്നു. പക്ഷേ അതൊന്നും എൻ്റെ കൂട്ടുകെട്ടും മറ്റുള്ള ബന്ധങ്ങളൊക്കെ അനുസരിച്ച് ഇവരൊക്കെ പറയുമ്പോൾ കളിയാക്കുക എന്നൊരു ഹോബിയായിരുന്നു. മറ്റുള്ള കളിയാക്കുമ്പോൾ ഞാനും എന്ത് ചെയ്യും, ഇവരെ കളിയാക്കുമായിരുന്നു. അംഗീകരിക്കാനുള്ള മനസ്സെനിക്കുണ്ടായിരുന്നില്ല. സ്ഥിരം കളിയാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്നാൽ 2 പേര് എപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നിന്നെ യേശു സ്നേഹിക്കുന്നുണ്ട് കേട്ടോ, നീ യേശുവിൻ്റെ ജീവിതം കൊണ്ട് ജീവിതം മാറ്റമുണ്ട്. അത് പലരും പറയും. ഞാൻ അവിടെ കളിയാക്കിയിട്ടുണ്ട്, വളരെ വേദനിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും അവരെന്ത് വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും. അങ്ങനെ ജയിലിനകത്ത് ഞാൻ ഒറ്റപ്പെട്ട് കിടന്ന സമയത്തും ഈ സഹോദരന്മാർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ജോസേ, ദൈവം നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, നിന്നേക്കാൾ വലിയ വില്ലനായിട്ട് ലോകം മുഴുവൻ പിടിച്ചെടുക്കാവുന്ന വ്യാമോഹത്തിൽ നടന്ന് ഞങ്ങൾ ജയിലിനകത്ത് അകപ്പെട്ടു. ആരില്ല, ഞങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു, എല്ലാവരും ഉപേക്ഷിച്ചു. എന്നാൽ യേശു ഞങ്ങളെ സ്നേഹിച്ചു, യേശു ഞങ്ങൾ സമാധാനം നൽകി. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ നിന്റെ അടുത്ത് ഒന്ന് പറയുന്നത്, യേശുവിന് മാത്രമേ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ, നിന്റെ ജീവിതം മാറ്റം തരാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും ആ സമയത്തും ഞാൻ അംഗീകരിക്കാൻ മനസ്സിനിക്കുണ്ടായിരുന്നില്ല, തള്ളിക്കളയുണ്ടായിത്തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കുകൾക്ക് അപ്പുറമാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ ഏകജായ പുത്രൻ വിശ്വസിച്ച് അവർ നശിച്ചു പോകാതെ നിത്യജീവം ഹല്ലേലൂയ നൽകിയ യേശുവിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ അത് മനസ്സിലാക്കുവാൻ കർത്താവ് കൃപ നൽകി. പ്രൈസ് ഹല്ലേലൂയ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം തള്ളി ഞാൻ പറഞ്ഞയച്ചു. ആ സമയത്ത് ഒരു രാത്രിയിൽ ഞാൻ ഉറക്കകൂടി കഴിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം ഞാൻ ചെയ്തു പോയ തെറ്റുകൾ അത്ര കഠോരമായിരുന്നു. എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ കിടക്കുകയാണ്. ശരീരം മുഴുവൻ വേദന. അല്പം ഒന്ന് കിടക്കാൻ്റെ ആശ്വാസം കിടക്കാന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ കാല ജീവിതം ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ, അതിലായിരിക്കുന്ന ആ കുറ്റബോധങ്ങൾ അങ്ങനെ പല സംഭവിക്കുന്നുണ്ടായിരുന്നു. ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറക്കങ്ങൾ കഴിച്ചിട്ട് പോലും ഉറങ്ങാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് ഞാൻ. ആ സമയത്ത് അങ്ങനെ ഉറക്കുളി കഴിച്ച് അല്പം ഒന്ന് കിടന്നത് മയക്കത്തിൽ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ആ സമയം സ്വപ്നമല്ല, ഞാനൊരു റിയാലിറ്റി ആയിട്ട് കാണുകയാണ്. 2 സഹോദരന്മാർ എൻ്റെ അടുക്ക് വന്നിരിക്കുന്നു. ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ സൂക്ഷിച്ച് പരീക്ഷിച്ച 2 സഹോദരന്മാരാണ് എൻ്റെ അടുത്ത് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ എൻ്റെ അടുത്തും പറയുന്നില്ല. അവർ 2 പേരും ബൈബിളുണ്ട്. അവർ സന്തോഷം അനുഭവിക്കുന്നു. അവർ തമ്മിൽ ആത്മീയ കാര്യം ചർച്ച ചെയ്യുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായി, സ്വപ്നമാണ് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കാനിടയായിട്ടില്ല. അതുവരെ ഞാൻ എന്തൊക്കെയാണെന്ന നിലയിലായിരുന്നു. എന്നാൽ ആ സമയം എന്നെക്കുറിച്ച് ചിന്തിക്കാനിടയായിത്തീർന്നു. ഞാൻ ജയിലിൽ വരുന്നതിന് മുമ്പ് അനേകർക്ക് എൻ്റെ ആവശ്യമായിരുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ആവശ്യമായിരുന്നു. അബ്കാരി കോൺട്രാക്ടേഴ്സിന് ആവശ്യമായിരുന്നു. പ്രൊഡ്യൂസേഴ്സിന് ആവശ്യമായിരുന്നു. വൻ വ്യവസായ പ്രവർത്തകർക്ക് ആവശ്യമായിരുന്നു. എല്ലാവർക്കും വേണമായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ആ സമയത്ത് ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ടായി. എൻ്റെ അപ്പനും അമ്മയും പറയുന്നത് മകനില്ലാതെ അവരത് തള്ളിക്കളഞ്ഞു. എൻ്റെ ഭാര്യ വളരെ മാനസികമായിട്ട് വേദനിച്ച്, അവൾ ഗർഭിണി കൂടി ആ സമയത്ത് വളരെ വേദനയോടുകൂടി അവൾ ആത്മഹത്യക്ക് വേണ്ടി തയ്യാറാകുന്ന ലെറ്ററുകളൊക്കെ ജയിലിലേക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ആകെ തകർന്നിരിക്കുന്ന സമയങ്ങളിൽ, ശരീരം മുഴുവൻ നീര് വന്ന് വീർത്ത് എഴുന്നേൽക്കുമ്പോൾ നിവൃത്തിയുള്ള സമയങ്ങളിലൊക്കെ ആ വേദനയോടുകൂടി ഈ സ്വപ്നം കണ്ട് എഴുന്നേറ്റിരിക്കുമ്പോൾ എനിക്ക് തോന്നി, ഇവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. ഇവർ പറഞ്ഞതിൽ സന്തോഷമുണ്ട്. അവർക്ക് എന്ത് സമാധാനം. ഇവരെന്നെപ്പോലെ ജയിലിൽ കിടക്കുന്നവർ എന്തുകൊണ്ട് ഇത്രമാത്രം സമാധാനം കിട്ടി? ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ മനസ്സിലായി, ഇത് യേശുവിൻ്റെ സ്നേഹം മാത്രമാണ്. യേശുവാണ് അവർക്ക് മാറ്റം കൊടുത്തേക്ക് ബോധ്യമായി. അങ്ങനെ ഒരു ഉറപ്പെനിക്ക് ദൈവം നൽകുകയാണ്. ആ രാത്രിയിൽ ഞാൻ തീരുമാനമെടുത്ത്, ദൈവമേ,
ഈ സഹോദരന്മാർ എത്ര വട്ടം എൻ്റെ യേശുവിനെ കുറിച്ച് പറഞ്ഞു, എനിക്കതിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്നോട് ക്ഷമിക്കണം കർത്താവേ. ഇനി ഞാനൊരു അവർ എൻ്റെ അടുത്ത് കടന്നു വരികയാണെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു സോറി പറയും, തെറ്റ് പറയുമെന്ന് പറഞ്ഞു. മാത്രമല്ല ഞാനൊരു ബൈബിൾ ആവശ്യപ്പെടും എന്നൊരു തീരുമാനം കൂടിയും ഞാനൊന്ന് എടുക്കാനിടയായിത്തീർന്നു. ഉറക്കവിളി കഴിച്ചിട്ട് ഉറങ്ങാൻ കഴിയാത്ത ജീവിതത്തിൽ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങുവാൻ സ്വർഗ്ഗ ദൈവം അന്ന് സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മാത്രമല്ല, അന്ന് സഹായിച്ച് ഉറങ്ങി രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് പൂർണ്ണ ആരോഗ്യമായിട്ട് എഴുന്നേൽക്കുന്നത് എനിക്കൊരു വിടുതൽ കൂടി നൽകിയെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സന്തോഷത്തോടുകൂടി ഞാൻ രാവിലെ എഴുന്നേറ്റു. എനിക്ക് തന്നെ ബോധ്യമായി, എനിക്കൊരു വലിയ ചൈതന്യം ദൈവം നൽകിയതായി എനിക്ക് ബോധ്യമായി. അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ സുവിശേഷം അറിയിച്ച 2 സഹോദരന്മാർ എൻ്റെ മുന്നിൽ കൂടെ കടന്നു പോകുന്ന കാഴ്ച ഞാൻ കണ്ടു. ഞാൻ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളെ തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ തന്നെയാണെന്ന് പറഞ്ഞു. 2 പേരും അടുക്ക വന്നു. ഞാൻ അവരത് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യം സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. ദൈവം സത്യമാണ് എന്ന് എനിക്ക് ബോധ്യമായി. നിങ്ങൾ പറഞ്ഞ കാര്യം സത്യമാണ് എനിക്ക് ബോധ്യമായി. മാത്രമല്ല, നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പലവട്ടം ഈ ദൈവസ്നേഹത്തോട് പറഞ്ഞപ്പോൾ എത്ര വട്ടം നിങ്ങൾ കളിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ എത്രമാത്രം പരിഹസിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. മാത്രമല്ല, ഞാനോട് പറഞ്ഞു, എനിക്കൊരു ബൈബിൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തൊരു വ്യക്തി അവർ മുഖം കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി കാണാനിടയായിത്തീർന്നത്. കാരണം കോടികൾ കൊടുത്താൽ കിട്ടുന്ന സന്തോഷമാണ് ഈ സഹോദരന്മാരുടെ മുഖത്ത് ഞാൻ കാണാനിടയായിത്തീർന്നു. അതിലൊരാൾ ഓടിപ്പോയി പുതിയ നിയമം ഗിഡിയൻസിൻ്റെ ബൈബിള് എൻ്റെ കയ്യിൽ കൊണ്ടുതരിക. മാത്രമല്ല, 2 പേരും എൻ്റെ 2 കവിളിലും മാറി മാറി ചുംബിക്കാനിടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, സ്വന്തക്കാർ, ബന്ധക്കാർ, നാട്ടുകാർ, കൂട്ടുകാർ എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ സ്വന്തം അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാൽ സ്നേഹിക്കുന്ന കർത്താവായിട്ടുള്ള യേശുക്ക് സതുല്യമായ സ്നേഹം ഈ സഹോദരന്മാരുടെ ആ സ്നേഹ ചുംബനങ്ങളാൽ മനസ്സിലാക്കാൻ കർത്താവ് കൃപ നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വീണ്ടും ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ 1 വട്ടം വായിച്ചു, 2 വട്ടം വായിച്ചു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 3-ാമത്തെ വട്ടം വായിച്ചു തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഇടപെടാൻ തുടങ്ങി. ആദ്യമായിട്ട് ദൈവം എൻ്റെ അടുത്ത് ഇടപെട്ടത്, നീ ഒരു പാപിയാണെന്നാണ് എൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ ആ ശബ്ദം കേൾക്കേണ്ടതായിത്തീർന്നു. പിന്നീട് എനിക്ക് ബോധ്യമായി, എൻ്റെയും പാപത്തിന് പരിഹാരത്തിനായിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായതിന് ബോധ്യം എനിക്ക് വന്നു. ഞാൻ എൻ്റെ തെറ്റുകളെല്ലാം എൻ്റെ കർത്താവ് സന്നിധിയിൽ ഏറ്റുപറയായിത്തീർന്നു. പ്രിയപ്പെട്ട നദി പോലെ ദൈവ സമാധാനം കൊണ്ട് ദൈവം നിറച്ചു. സന്തോഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ മദ്രാസിലെ മോൻ നടത്തുന്ന റെനി ജോർജ് അന്നും ജീവന ശിശുപിടി ജയിലിൽ കഴിയുകയാണ്. റെനി ജോർജ് ഞാൻ ബൈബിൾ വായിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോൾ റെനി ജോർജ് എൻ്റെ ഇടയ്ക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ജോസഫ്, നിനക്ക് ഒറ്റയ്ക്ക് വായിച്ചതിന് വേണ്ടി മനസ്സിലാകത്തില്ല. ജയിലിൽ കൂട്ടായ്മയുണ്ട്, നീ ഇവിടെ എല്ലാ ഞായറാഴ്ചയോട് വരണം, നമുക്ക് ഒരുമിച്ച് ബൈബിൾ പഠിക്കാം എന്ന് പറഞ്ഞ് റെനി ജോർജ് ആ ജയിലിനകത്ത് കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകാനിടയായിത്തീർന്നു. അങ്ങനെ അവിടെ ഞായറാഴ്ചകളിൽ ആരാധനയുണ്ട്. 8 മണി മുതൽ 3 മണി വരെ ആരാധന നടക്കും. അത് ഓരോരുത്തരും ഓരോ ദിവസമായിട്ട് വന്ന് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ 8 മണി കയറി 3 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങത്തുള്ളൂ. അതുവരെ അവിടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും ഞായറാഴ്ച ആരാധന നടക്കപ്പെടുന്നത് പാട്ടൊക്കെ പാടി സങ്കീർത്തനം വായിച്ചതിന് ശേഷം ജയിലിൽ കിടക്കുന്ന പലരും സാക്ഷികൾ പറയുന്നൊരു പദവിയുണ്ട്. അങ്ങനെ സാക്ഷികൾ പറയുന്ന സമയത്ത് എനിക്ക് തോന്നി, എനിക്ക് സാക്ഷ്യം പറയണം. അപ്പോൾ ഞാൻ മറ്റുള്ള സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് ആ സമയത്തൊരു നിഗളം കയറി വന്നവരെക്കാൾ വലിയ സാക്ഷി എനിക്കുണ്ട് എന്നുള്ള ചിന്ത എന്നെ ഭരിക്കാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ സാക്ഷി എഴുതി തയ്യാറാക്കി, ഞായറാഴ്ച സാക്ഷി എഴുതി തയ്യാറാക്കി ഞാൻ പഠിച്ചു വരികയാണ് സാക്ഷി പറയാനായിട്ട്. പക്ഷേ അന്ന് ദിവസം ദൈവനെ എഴുന്നേൽപ്പിച്ചില്ല കേട്ടോ. പിറ്റേ ദിവസം ഞായറാഴ്ച, പിറ്റേ ആഴ്ചയിൽ വീണ്ടും ഞാൻ പഠിച്ചു വന്നു. അന്നും ദൈവനെ എഴുന്നേൽപ്പിച്ചില്ല. 3-ാമത്തെ ആഴ്ചയിൽ ഞാൻ സാക്ഷി പറയുന്ന സമയത്ത് സാക്ഷി പറയാൻ എഴുന്നേറ്റു. ഞാൻ പഠിച്ചു വെച്ചെല്ലാം മറന്നു. എനിക്ക് മനസ്സിലായി, അഗ്നി ജ്വാലയുള്ള കണ്ണിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ബോധ്യമായി. ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാനൊരു പാപിയാണെന്ന് ബോധ്യം എനിക്ക് കിട്ടി.
ഞാൻ എന്നെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് കരയാനേക്ക് അന്ന് കഴിഞ്ഞുള്ളൂ. ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം വലിയൊരു മാറ്റം ജീവിതത്തിലുണ്ടായി. ഞാൻ പിന്നീട് സമയമുള്ള കർത്താവിനെ ഞാൻ സ്വന്തം ലക്ഷ്യമായി സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു. ദൈവം എന്നെ കൊണ്ടുവന്നു. അങ്ങനെ ആത്മീയമായിട്ട് മുന്നോട്ട് നീങ്ങുവാനായിട്ട് കർത്താവിനെ സഹായിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളെല്ലാം കർത്താവിൻ്റെ കൂടെ ഇരിക്കാനിടയായിത്തീർന്നു. ദൈവ സമാധാനം കൊണ്ട് ദൈവം എന്നെ നിറച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ഒറ്റപ്പെട്ട സമയങ്ങളിൽ, ആ സമയങ്ങളിൽ എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞ ജയിലിൽ പോകുന്നതിന് മുമ്പ് ഗർഭിണിയായിരുന്നു. അവളെ മാനസികമായിട്ട് വളരെ വേദനിക്കുന്ന ലെറ്ററുകൾ ജയിലിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. അതിനൊക്കെ ആത്മീയമായ നിലയിൽ വചനമൊക്കെ വെച്ചുകൊണ്ട് ലെറ്റർ ഞാൻ എഴുതുവാനായി തുടങ്ങി. അങ്ങനെ ആ സമയത്ത് കാഞ്ഞിരപ്പള്ളിയിലുള്ള ചില സയ്യിദന്മാർ എന്നെ കാണാൻ ജയിലിൽ വന്ന് എന്നെ കാണാൻ വന്നു. ജയിലിൽ കാണാൻ വന്നപ്പോൾ മറ്റുള്ളവർക്ക് പോയി പുറത്തു പോയത് അവർക്ക് ബോധ്യമായി. മറ്റുള്ള പരോൾ പോയിരിക്കുക, ഞാൻ മാത്രം ജയിലിനകത്തുള്ളൂ. അവർ ചോദിച്ചു, ജോസഫ് മറ്റുള്ളവർക്ക് പോയില്ലേ? പോയി. നീ മാത്രം പോയില്ലേ? എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? എന്നെ പുറത്തിറക്കട്ടെ? അപ്പം ഞാനവരോട് പറഞ്ഞു, എന്നെ നീ പുറത്തിറക്കണ്ട ഇപ്പോൾ. അവരൊക്കെ ഇറങ്ങിയാലും കാണേണ്ടവനായിരിക്കുന്ന വ്യക്തിയെ കാണാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. എന്നെനിക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, വലിയ പ്രത്യാശ എനിക്കുണ്ട്. ആ ജയിലിനകത്തവരെല്ലാം തള്ളിയപ്പോൾ ദൈവം ഇറങ്ങി വന്നതിനെ ആ സ്നേഹിച്ചതാണ് എനിക്ക് ബോധ്യമായി. അതിൻ്റെ പേരിൽ ഞാൻ ഈ സ്നേഹത്തിൽ തന്നെ കഴിഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. കാരണം അവർ ഇറങ്ങി കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവർ പരോൾ ഇറങ്ങി കൊണ്ടുപോകാമായിരിക്കും, പക്ഷേ അടുത്ത വല്ല പരിപാടിക്കാരി കൊണ്ടുപോകും നമ്മളറിയില്ല. അങ്ങനെ ഞാൻ അതിന് ഞാൻ എൻ്റെ മനസ്സിനെ ആ നിലയിൽ തയ്യാറാക്കിയില്ല. ഞാൻ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ജയിലിൽ തന്നെ കഴിയേണ്ട അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്നാലും ദൈവം ചില അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യാനിടയായി തീർന്നു. പിന്നീട് ദൈവം നമുക്ക് ഒരുക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, മനുഷ്യന് തോന്നിച്ചിട്ടില്ല എന്നുള്ള വചനം പിന്നീട് മനസ്സിലാക്കുന്നത്. നമ്മൾ ചിന്തകൾക്കപ്പുറമായി പ്രവർത്തിക്കാൻ കഴിയുള്ളവൻ ദൈവം. ദൈവം ഒരു മരിച്ച ദൈവമല്ല, ജീവനുള്ള ദൈവമാണ്. നമുക്കൊണ്ട് അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. നമ്മൾ ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് വളരെ വേദനയുടെ സമയത്താണ് എൻ്റെ ഭാര്യയുടെ പ്രസവം നടക്കുന്നത്. റാന്നിയിൽ 1-2 ഹോസ്പിറ്റലിൽ തള്ളി. 3ാമത്തെ ഹോസ്പിറ്റൽ റാന്നിയിലുള്ള മേലാതോട്ടം ഹോസ്പിറ്റലിലാണ് എൻ്റെ മൂത്ത മകൻ ജന്മം നൽകിയത്. പക്ഷേ ഈ കാഞ്ഞിരപ്പള്ളിയുടെ സയ്യിദന്മാരോട് പോയി കുഞ്ഞിനെയും ഭാര്യയും എൻ്റെ വൈഫിനെ കണ്ടു. അവർ ജയിലിലേക്ക് ഒരു ടെലഗ്രാം അയച്ചു, ജോസിൻ്റെ ആൺകുട്ടി പിറന്നിരിക്കുന്നു. അങ്ങനെ മൂത്ത മകനെ എനിക്ക് ദൈവം നൽകി. ഞാനിപ്പോൾ ജയിലിലാണ്. എൻ്റെ ഭാര്യ പ്രസവിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കാണാനായിട്ട് ജയിലിലേക്ക് വന്നൊരവസ്ഥ അതെനിക്ക് എങ്ങനെ പറഞ്ഞ് എനിക്ക് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, സ്വന്തം അപ്പനെ കാണിക്കാനായിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് ജയിലിലേക്കാണ്. ഞാനാകെ മാനസികമായി തകർന്ന് വളരെ കരച്ചിലായിരുന്നു എനിക്ക്. ഭാര്യ വന്നപ്പോൾ തന്നെ വളരെ വേദനയായിരുന്നു. കാരണം ജയിലിലേക്ക് അവളെ കാണാൻ വരുന്നത് അത് കുഞ്ഞായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ജയിലിനകത്ത് നല്ല നടപ്പതിൻ്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം എന്നെ വലിയ അനുകൂലമായിരുന്നു. അവരെല്ലാം പുറത്തേക്ക് ഇറക്കി തന്നെ കുഞ്ഞായിട്ട് വൈഫായിട്ട് സംസാരിക്കാൻ സമയമൊരുക്കി. കുറേ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ കുഞ്ഞിനെടുത്തു. വളരെ സന്തോഷ സമയത്ത് കിട്ടി. എന്നാലും ഇവിടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വേദനയായി. കുഞ്ഞിനെ ഒന്ന് തലോരിക്ക് കഴിഞ്ഞില്ലോ എന്നുള്ള വേദനയാണ് എൻ്റെ മനസ്സിലുണ്ടായത്. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നമ്മൾ കൊണ്ടല്ല, നമ്മുടെ നെടുവീർപ്പ് പോലും നമ്മൾ ദൈവം അറിയുന്നുണ്ട് കേട്ടോ. നീ ദൈവത്തിൻ്റെ വൈദ്യരാണെങ്കിൽ, നീ ദൈവപ്രകാരം ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് ദൈവത്തെ കഴിയും. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ വേദനകൾ, നിൻ്റെ ദുഃഖങ്ങൾ, നിൻ്റെ സങ്കടങ്ങൾ എല്ലാം അറിയുന്നവൻ, ജീവിക്കുന്നവനാണ്. ആ ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വഴി തുറന്നതാണ്. ആരെല്ലാം അടച്ചാലും ദൈവം തുറന്നതാണ്. ബൈബിൾ പറയുന്നുണ്ട്, രാജാവിൻ്റെ ഹൃദയം നീർത്തോട് കണക്കെ യഹോവയുടെ ഇരിക്കുന്നു, അരികഷ്ടം തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്നേഹിതന്മാർ പരോളിറങ്ങി കറങ്ങി നടക്കുകയാണ്. കൊച്ചിയിൽ അവർ കറങ്ങി നടക്കുകയാണ്. കറങ്ങി നടക്കുന്ന സമയത്ത് എൻ്റെ അഡ്വക്കേറ്റ്മാരെ കാണാനായി കടന്നുപോയി. എൻ്റെ അഡ്വക്കേറ്റ് എം എൻ സുകുമാരനായിരുന്നു. എൻ്റെ അഡ്വക്കേറ്റിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് അവർ ചോദിച്ചു, നിങ്ങളൊക്കെ പരോളിറങ്ങിയില്ലേ? ഇറങ്ങി. ജോസ് ഇറങ്ങിയില്ലേ? അവനിറക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
ആരുമില്ല അവനെ ഇറക്കാൻ ആരും എന്ന് പറഞ്ഞപ്പോൾ ആ ഹൈന്ദവനായിരിക്കുന്ന അഡ്വക്കേറ്റ് ഹൃദയ ദൈവത്തിരുന്നു. അദ്ദേഹം തന്നെ എനിക്ക് ജാമ്യത്തിന് വേണ്ടി കരുക്കൾ നീക്കി 100-300 പേരുടെ നേതാവായി നടന്ന എനിക്ക് ജാമ്യത്തിന് പോലും ആരുമില്ലായിരുന്നു. എന്നാൽ ഈ അഡ്വക്കേറ്റ് തന്നെ ഉണ്ട് ജാമ്യക്കാർ വെച്ച് ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ ബെഞ്ചിൽ എനിക്ക് ജാമ്യത്തിന് വേണ്ടി പുഷ് ചെയ്തു. ഹൈക്കോർട്ടിൽ 2 ജാമ്യക്കാരെ അഡ്വക്കേറ്റ് വെച്ച് 2 ജാമ്യക്കാരെ വെച്ച് അതിന് പുറത്തേക്ക് ഇറക്കുവാൻ സർവശക്തനായ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവം നമുക്ക് ഒരുക്കിയുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടുള്ള, ഒരു ചെവി കേട്ടിട്ടുള്ള ഒരു മനുഷ്യന് തോന്നിച്ചിട്ടില്ല. ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും ദൈവമാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. ഞാൻ പൂജപ്രസംഗം ചെയ്യുന്ന തൃശ്ശൂർ വലപ്പാട് എൻ്റെ ഭവനത്തിൽ കടന്നു വരുന്നത് രാത്രി 12 മണി സമയമായിട്ടുണ്ട്. ആ 12 മണി സമയത്ത് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ താഴെ 3 സഹോദരിമാരുണ്ട്, അനിയനുണ്ട്, അപ്പനുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ രാത്രി 12 മണി സമയമായി ഞാൻ ചെല്ലുന്നത്. ഞാൻ അമ്മയെ വിളിച്ചു. പക്ഷെ അമ്മ വാതിൽ തുറക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കരച്ചിലാണ് കേൾക്കുന്നത്. കാരണം എന്താണ്? ഇവൻ ജയിലിൽ നിന്ന് വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, വീട്ടിൽ പല ലെറ്റർ എഴുതിയിട്ടുണ്ട്. ലെറ്ററിന് മറുപടി അപ്പൻ ആവശ്യമില്ല. അതിലുള്ള എത്ര ലക്ഷം രൂപ വന്നാലും നിങ്ങൾ പരോൾ ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് എങ്ങനെയൊക്കെ ഇറക്കണം, എന്തൊക്കെ ചെയ്യരുത് ഞാൻ പറഞ്ഞ് ലെറ്റർ എഴുതിയിട്ട് അതിന് മറുപടിയില്ല. അപ്പം വന്നില്ല. അപ്പോൾ വീട്ടിൽ വിചാരിച്ചു കഴിഞ്ഞാൽ രക്തക്കളമായിരിക്കണം വരാൻ പോകുന്നത്, എന്തൊക്കെ വിഷയം നടക്കും എന്നുള്ള ചിന്തയാണ് എൻ്റെ കുടുംബത്തിൽ ഉണ്ടായത്. കാരണം അതുപോലെ സ്വഭാവമുള്ളത്തിൻ്റെ ഉടമയായിരുന്നു ഞാൻ. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ പഴയ ജോസല്ല, പഴയ ജോസിൻ്റെ പൂജപ്രസന്നിൽ കുഴിച്ചിട്ടു, നിങ്ങളെ മുന്നിൽ നിൽക്കുന്ന ജോസ് പുതിയ ജോസാണ് എന്ന് പറഞ്ഞ് കുറേ നേരം അമ്മയോട് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ വാല് തുറന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റങ്ങളൊക്കെ ഞാനിവിടെ പങ്കുവയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കുടുംബത്തിൽ സന്തോഷം കൊടുക്കുന്ന അനുഭവത്തിലേക്ക് ദൈവനെ ഒരുക്കി പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഭാര്യയുടെ വടശ്ശേരിക്കലാണ്, റാന്നി വടശ്ശേരിക്കലാണ്. എൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോയി എൻ്റെ ഭാര്യയും കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ സമാധാനം സന്തോഷമുള്ള ജീവിതം നയിക്കുവാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സമയങ്ങളിൽ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അനിയത്തിമാരും എൻ്റെ അനിയനും എൻ്റെ ദേശനിവാസികളും ഒക്കെ തന്നെ യേശുവിനെ അറിയണം എന്നുള്ള ചിന്തയാണ്. അത് വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം എന്താ, ഞാൻ ദൈവത്തെ അറിഞ്ഞിരുന്നില്ലായിരുന്നു. ദൈവത്തെ അറിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ദേശക്കാർ സുവിശേഷം അറിയണം. ദേശത്തൊരു പെന്തക്കോസ്ത് സഭകളൊന്നും തന്നെ ഇല്ല, ഒരു സഭയില്ല. അവിടെ ആകെ ഒരു RC പള്ളിയുണ്ട്, 2 കള്ളി ഷാപ്പ്, 2 ചാരായ ഷാപ്പുണ്ട്. അങ്ങനത്തെ സ്ഥലമാണ് ഞങ്ങൾ ഏരിയ. എല്ലാം മുഴുവൻ കുടിയന്മാരാണ്. ആ സ്ഥലത്ത് എങ്ങനെ യേശുവിനെ കുറിച്ച് അറിയിക്കും? അതിനുവേണ്ടി എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു കൺവെൻഷൻ ക്രമീകരിക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ 3 ദിവസം കൺവെൻഷൻ വീടിൻ്റെ മുമ്പിൽ പന്തലൊക്കെ ഇട്ട് നോട്ടീസൊക്കെ അടിച്ച്, അന്ധകാരത്ത് അല്പപ്രകാശമായ നോട്ടീസ് അടിച്ച് 2-3 ദൈവദാസന്മാർക്ക് ക്ഷണിച്ചിരുന്നു. ക്രിസ്തീയ ഭക്തിയാർദ്ദന കേസറ്റൊക്കെ ഇട്ടു. വീടിൻ്റെ മുമ്പിൽ കസാരയൊക്കെ ഇട്ടു. എൻ്റെ കൂട്ടുകാരായ പലരും എന്താണ് പറയുന്നത് കേൾക്കാനായിട്ട് പലരും വന്നു. ബന്ധുമിത്രാദികൾ പലരും വന്നു. അങ്ങനെ കൺവെൻഷൻ തുടങ്ങി. പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കൺവെൻഷൻ തുടങ്ങുന്ന സമയത്ത് ദൈവദാസൻ, ക്ഷണിച്ച ദൈവദാസൻ അന്ന് വന്നില്ല, ആദ്യ ദിവസം വന്നില്ല. ഞാൻ വളരെ ഭാരപ്പെട്ടു. ദൈവമേ, ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്, ഈ ദേശത്തെ അതിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയിപ്പാനാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്, ആരും വന്നില്ലല്ലോ കർത്താവ് എന്ന് പറയുവാണ്. ഹൃദയം പൊട്ടി ഞാൻ കരയാനിടയായിത്തീർന്നു. ആ കരച്ചിലിൻ്റെ അവസാനം ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ചു. അങ്ങനെ ചോദിച്ചു, മൃദുലമായ ശബ്ദം. എന്നെ ചോദിക്കട്ടെ, മോനെ, നിനക്ക് ഞാൻ എന്താ ചെയ്തത്? നീ ആരായിരുന്നു? നിനക്ക് ഞാനിപ്പോൾ എന്താ ചെയ്തത്? ഞാൻ ചെയ്ത കാര്യം നീ വിവരിക്കാൻ പറഞ്ഞു. എങ്ങനെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വീടിന് മുമ്പ് പന്തൽ കെട്ടി എന്നെ കർത്താവ് സ്നേഹിച്ച കാര്യങ്ങളും കർത്താവ് ജീവിതത്തെ മാറ്റപ്പെടുത്തിയ കാര്യങ്ങളും പ്രഖ്യാപിക്കുവാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു. അതുപോലെ പ്രസംഗൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ഞാനല്ല സംസാരിച്ചു, പരിശുദ്ധാത്മാവ് ഇറങ്ങി നിന്ന് എന്നോട് സംസാരിക്കാനിടയായിത്തീർന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ 2 പേര് മദ്യപാനികളെ 2 കൂട്ടുകാർ എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. അതോടുകൂടി തന്നെ പള്ളിയിൽ അത്ഭുതം നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടുകാരെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഒരു പള്ളി. അപ്പോൾ അപ്പുറത്ത് കേട്ട അപ്പൻ ഭ്രാന്തായി. ഇവൻ കള്ളു കുടിച്ച് മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കി, അടിയും പിടി ഉണ്ടാക്കി, ചോരടിച്ച് നടക്കുമ്പോഴൊന്നും പള്ളിക്കാർക്ക് പ്രശ്നമില്ലായിരുന്നു. ഇവൻ നന്നായി ഒരു വീട്ടിൽ കൺവെൻഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ആ കൺവെൻഷന് ക്രമീകരിച്ചതിൻ്റെ പേരിൽ
അങ്ങനെ ഞങ്ങൾ പള്ളി പുറത്താക്കണേ ഞങ്ങൾ ഈ പള്ളിയിൽ പോകുന്നില്ല എന്ന് തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ദൈവത്തെ നിമിത്തമായിരുന്നു. പിന്നീട് മനസ്സിലായി എൻ്റെ അപ്പനും അമ്മയും മാനസാന്തരപ്പെട്ടു. സ്ഥാനപ്പെടുന്ന കാണുമ്പോൾ ദൈവം ഒരു ഭാഗ്യം നൽകി. 3 പേർ സഹോദരിമാരും രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടവരുടെയായി തീർന്നു. എൻ്റെ അനിയനും രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ വലപ്പാട് ചില ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ കർത്താവ് സഹായിച്ചു. പള്ളിയുടെ അച്ഛൻ കടന്നുപോയി. പള്ളിയുടെ അച്ഛൻ്റെ കടന്നുപോയി. ഞാൻ നേരിട്ട് സംസാരിച്ചു, അച്ഛോ നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, നമ്മൾ മാറ്റണം, നമ്മൾ മാറ്റം ഉണ്ടാകണമെന്ന് അച്ഛൻ പറഞ്ഞതാണ്. ജോസേ, ഇവിടെ നിന്ന് പ്രശ്നമില്ലാത്തതാണ്, നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ അച്ഛൻ കാല് പിടിക്കുന്ന പോലെ അവസരം എത്തിച്ചു. പൈസ അവിടെ നേരെ വലപ്പാട് പോലീസ് സ്റ്റേഷൻ കടന്നുപോയി. പോലീസുകാരെ കണ്ടു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. യേശുവാണ് രക്ഷിച്ചത്, നിങ്ങൾ ഇടികൊണ്ടൊന്നല്ല രക്ഷപ്പെട്ടത്. അതുമാതിരി ജയിലിൽ അന്ന് രക്ഷിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുവിൻ്റെ ഉള്ളിൽ വന്നെനിക്ക് മാറ്റം ഉണ്ടായി. ഇനി നിങ്ങൾ എന്നെ അന്വേഷിച്ച് വരികയാണ്, ഞാൻ വീട്ടിലുണ്ടാവും, ഞാൻ നിങ്ങൾ വരുമ്പോൾ ഞാൻ ഓടിപ്പോകത്തില്ല. അതിൻ്റെ പേരിൽ കുറേ ലഹരിയെ കൊടുത്തു. ഞാൻ എൻ്റെ ഭവനത്തിൽ കടന്നു റെഡിയായിത്തീർന്നു. പ്രിയപ്പെട്ട ദൈവം എൻ്റെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാനിടയായിത്തീർന്നു. അതിനുശേഷം എൻ്റെ ഭാര്യയുടെ വീട് വടശ്ശേരിക്കരയിലാണ്. എനിക്കെല്ലാം റാന്നി പെരുന്നാട് വടശ്ശേരിക്കരയുടെ ഭാര്യയുടെ വീട്. അവിടെയാണെങ്കിൽ അപ്പനമ്മയും ഒറ്റ മോളുള്ളൂ. അപ്പനും അമ്മയും വയസ്സ് ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. കാരണം അപ്പനും അമ്മയും കല്യാണം കഴിച്ച് 23 വർഷം മക്കളില്ലാതെ കൊടുത്തൊരു മകളാണ് എൻ്റെ ഭാര്യ. അവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ വടശ്ശേരിക്കര കൺവെൻഷൻ നടത്താനായിട്ട് ദൈവം ഒരു ബുദ്ധി തന്നു. അങ്ങനെ എൻ്റെ ഭാര്യ പഠിച്ച സ്കൂളിൽ 3 ദിവസം കൺവെൻഷൻ കമ്മിറ്റി പങ്കെടുത്ത് സഹായിച്ചു. ആ കൺവെൻഷന് 2ാമത്തെ ദിവസം എൻ്റെ ഭാര്യയുടെ മാതാവും ഭാര്യയും അവർ പമ്പയായിട്ട് സ്ഥാനപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ കുടുംബവും എൻ്റെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എൻ്റെ ഭാര്യയുടെ കുടുംബത്തിലും ആ ദൈവത്തിന് വലിയ വെളിച്ചം ഈശ്വരയുടേതായി തീർന്നു. മാത്രമല്ല ഭാര്യയുടെ വീട്ടുകാർ പലരും യേശുവിനെ അറിയുവാനിടയായി തീർന്നു. അനേകർ ഇന്ന് ആ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പേര്, എൻ്റെ വൈഫിൻ്റെ കുടുംബത്തിൽ അനേകർ വന്നു. എൻ്റെ വീട്ടിൽ അനേകർ വരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ദൈവം അത്ഭുത മന്ത്രിയാണ്. നമ്മൾ ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ 2 കാര്യം കഴിഞ്ഞു. 3ാമത്തെ കാര്യം കൂട്ടുകാരാണ്. കൂട്ടുകാരത്തെ എങ്ങനെ സൂക്ഷിച്ച് അറിയിക്കണം, അതിനുവേണ്ടി ചില പദ്ധതികൾ ഒരുക്കി. എറണാകുളം ലോ കോളേജിൻ്റെ അപ്പുറത്ത് യാത്ര ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിനടുത്ത് 1 ദിവസം കൺവെൻഷൻ ക്രമീകരിച്ചു. എൻ്റെ കൂട്ടുകാരെല്ലാം തന്നെ കല്യാണക്കത്ത് കൊടുക്കുന്ന പോലെ ക്ഷണക്കത്ത് കൊടുത്ത് എല്ലാവരും ക്ഷണിച്ചു. 300 കത്ത് കൊടുത്തു. എറണാകുളത്ത് എൻ്റെ കൂട്ടുകാരാണ്. എല്ലാവരും മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ചു. പാടാൻ 4-5 പേരുണ്ടായിരുന്നു. നല്ല പാട്ടുകാരുണ്ടായിരുന്നു. വചന സംസാരിക്കാൻ 3 പേരുണ്ടായിരുന്നു. എന്നാൽ ആകെ വന്നത് 7 പേരെ വന്നത്. ഞാൻ വളരെ ഭാരപ്പെട്ടു. ദൈവം ഇത്രയും കാര്യം ചെയ്തിട്ട് ആരും വന്നില്ലല്ലോ, എൻ്റെ കൂട്ടുകാരും വന്നില്ലല്ലോ, ഞാൻ വളരെ വേദനിക്കാനിടയായി തീർന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ UK-യിലാണ്. അവൻ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞെങ്ങനെയാണ്, ജോസേ 7 പേരെ നീ വിളിച്ച് വന്നല്ലോ, നീ ഭാരപ്പെട്ട കാര്യമില്ല, 7 പേര് വന്നല്ലോ. ഇന്ന് മന്ത്രിമാരായിരുന്ന പല മന്ത്രിമാരും കസാരകളോട് മാത്രം സംസാരിച്ച് പോയ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീ ക്ഷണിച്ചിട്ട് 7 പേരും വന്നല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, അങ്ങനെ സമാധാനം ദൈവം നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹൈക്കോടതി കേസ് വരികയാണ്. അപ്പം എൻ്റെ മനസ്സിൽ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കേസ് ശിക്ഷിക്കത്തില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ചിന്തയാണ് എന്നെ ഭരിച്ചിരുന്നത്. കാരണം കേസ് വെറുതെ വിടുന്നുള്ള ചിന്തയായിരുന്നു. എന്നാൽ എൻ്റെ ഹൈക്കോടതി കേസ് വന്നു. ഹൈക്കോടതി കേസ് ശിക്ഷിച്ചു. 4 പേരെ വെറുതെ വിട്ടു. എന്നെ ഈ 4 പേരെ ശിക്ഷിച്ച് ഞങ്ങൾ വീട്ടിൽ ജയിലിൽ പോകേണ്ട അവസ്ഥ ഉണ്ടായി. അപ്പോൾ 2ാമത്തെ കുഞ്ഞ് ജനിച്ചു. 3 മാസം പ്രായം. 2 മക്കളുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിങ്ങവനത്തിൽ ന്യൂവിധി രക്ഷകോടുമായിട്ട് നല്ല ബന്ധം എനിക്കുണ്ടായിരുന്നു. തമ്പച്ചാനും മോനപ്പാനും സ്നേഹിച്ചതാണ്. അപ്പോൾ തമ്പച്ചാൻ്റെ അടുത്ത് ഞാൻ പോകാറുണ്ട്. അപ്പോൾ കേസ് ശിക്ഷിക്കപ്പെട്ടു. ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലാക്കിയിട്ട് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ കേസ് ശിക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ കരച്ചിലായതൊരു ഭാര്യ കരച്ചിൽ ആശ്വസിപ്പിക്കാൻ ആരും കഴിയുന്നില്ല. അതുപോലെ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പനമ്മയും സുഖമില്ലാതിരിക്കുകയാണ്. വളരെ വല്ലാത്തൊരവസ്ഥ കടന്നു പോകുന്ന സാഹചര്യം. ആ സമയത്ത് ഞാൻ തമ്പച്ചാൻ്റെ അടുത്തിലാണ്. ഞാൻ ശനിയാഴ്ച തമ്പച്ചാൻ്റെ ചെന്നു. അന്ന് അവിടെ കിടന്ന് ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ജോളിനെ വടശ്ശേരിക്കര വീട്ടിലാക്കിയിട്ട് ഏരി കയറണം. ഞങ്ങൾ പദ്യോഗിരി പോവുകയാണ്. അങ്ങനെ ശനിയാഴ്ച അവിടെ ചെന്നു. അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ബോധ്യമായി, കേസ് ശിക്ഷിക്ക് ബോധ്യമായി. ജോളിയെ പലരും ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആശ്വാസം കേൾക്കാൻ അവർക്ക് തയ്യാറല്ലായിരുന്നു.
വളരെ വേദനയായിരുന്നു, വില കറച്ചിലായിരുന്നു. ആ സമയത്ത് ഞായറാഴ്ച രാവിലെ ദൈവം ഒരു അത്ഭുതം ചെയ്യാണ്. എന്താണ് അത്ഭുതം എന്ന് പറഞ്ഞാൽ, റെനി ജോർജ്, മദ്രാസിൽ നിന്നറിയപ്പെടുന്ന റെനി ജോർജ് 14 വർഷം ശിക്ഷ കഴിഞ്ഞ് താൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പുറത്തായിട്ട് അന്ന് അവിടെ ആ ചർച്ചിൽ നന്ദി പറയാൻ വന്നിരിക്കുക, ചർച്ചിലേക്ക് നന്ദി പറയാൻ വന്നിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോകാനും തയ്യാറായി വന്നിരിക്കുകയാണ്. അന്ന് ചിങ്ങവനം ചർച്ചിനകത്ത് പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെനി ജോർജിനെ പുറത്തേക്കളെ ശുശ്രൂഷിക്കും, എന്നെ ജയിലിൽ അകത്തേകളെ ശുശ്രൂഷിക്കും. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് ഞങ്ങളെ വിടാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പോകുന്ന പോക്കിന് ഞാൻ ജോലിയെടുത്ത് പറഞ്ഞ കാര്യം ഇതാണ്. ഞാൻ പറഞ്ഞു, ഞാനവിടെ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കാനല്ല പോകുന്നത്, ഞാൻ പോകുന്നത് ശുശ്രൂഷിക്കാനാണ് പോകുന്നത്. അതിന് ഈ ഭാരപ്പെട്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല, എത്ര പേര് ഗൾഫിൽ പോകുന്നു, അതുപോലെ ഞാനെന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് പുറത്തു വരും, നീ പാർപ്പെട്ട കാര്യമൊന്നുമില്ലാതെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഞാൻ വീണ്ടും ജയിലിൽ കടന്നുവിടയായി തീർന്നു. ജയിലിൽ പിന്നെ റെനി ജോർജിൻ്റെ സ്ഥാനത്തേക്ക് ദൈവം എന്നെ ആക്കി. 100 പേര് ആരാധന ലീഡ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. കഷ്ടകാലത്ത് കൂടെ ഇരിക്കുന്നവനോ കൂടെ നടക്കുന്നവനാണ്. സംഗതി പ്രതികൂലമാണ് മനുഷ്യനെ നോക്കുമ്പോൾ, പക്ഷേ ആ പ്രതികൂലത്തിലും സന്തോഷിക്കാൻ ദൈവം കൃപ നൽകി. ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ 4 വാക്യത്തിൽ പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാണ് പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താൻ പറയുന്നത് പിന്നെയും പറയുന്നത് അവർക്ക് എന്താണ്? സന്തോഷിക്കാനാണ് പറഞ്ഞത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ഏത് പ്രതികൂലമായ സാഹചര്യം കടന്നു പോയാലും സന്തോഷിക്കാൻ വകയുണ്ട്. നമ്മളിപ്പോൾ സന്തോഷിക്കാൻ വകയുള്ള വേറെ ആരുമില്ല. ദൈവത്തിലായി കഴിഞ്ഞാൽ ദൈവത്തെ വഴി കൂടെ നടക്കുന്ന ഏത് പൈതലിലും ആ ദൈവനാമത്തിലുള്ള സന്തോഷം അവൻ അനുഭവിച്ചറിയാൻ സാധിക്കും. കാരണം കഷ്ടകാലത്ത് കർത്താവ് കൂടെ ഇരിക്കുന്നവരാണ്. മറ്റുള്ള കൈയൊഴിയും, സ്വന്തക്കാർ കൈയൊഴിയും, വീട്ടുകാർ കൈയൊഴിയും, നാട്ടുകാർ കൈയൊഴിയും. എന്നാൽ യേശു കൈയൊഴിയുന്നതല്ല, യേശു കൂടെ ഇരിക്കും, യേശു കൂടെ നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം ചില അത്ഭുതങ്ങൾ അവിടെ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. 12 പൂജപ്രസന്ന ജയിലിൽ 12 ബ്ലോക്കായിട്ട് എടുത്തിരിക്കുകയാണ്. ഈ 12 ബ്ലോക്കിൽ പ്രാർത്ഥന തുടങ്ങുവാനായിട്ട് കർത്താവിനൊരു ആയുധമായിട്ട് ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓപ്പണായിട്ട് അവിടെ എല്ലാ ബ്ലോക്കിലും ഓപ്പണായിട്ട് പ്രാർത്ഥന തുടങ്ങാനിടയായി തീർന്നു. അങ്ങനെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തു. സന്തോഷപൂർവ്വം നീങ്ങവേ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ വളരെ തകർച്ചയുടെ അവസ്ഥയും കൂടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ജയിലിൽ പോയി 45 ദിവസം കഴിഞ്ഞപ്പോൾ 16 ദിവസം ഞാൻ ജയിലിൽ പോയി 16 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുടെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എനിക്ക് വരണമെങ്കിൽ വരാം, പക്ഷേ പോലീസ് അകമ്പടിയോടെ എനിക്ക് വരാൻ കഴിയത്തുള്ളൂ. പക്ഷേ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. കൃത്യം 40 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ മാതാവ് ലോകത്ത് മാറ്റപ്പെട്ടു. 2 മരണം മാനസികമായിട്ട് തകർന്ന അവസ്ഥകളാണ്. പക്ഷേ ദൈവം കൂടുതൽ പേര് തകരാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം ബലപ്പെടുത്തി, ദൈവനെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറേ കഴിഞ്ഞപ്പോൾ ജോലിയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറി, അവൾ വീട്ടിൽ നിന്ന് മാറി തമ്പിച്ചായൻ്റെ അടുത്ത് കുറച്ചാൾ വന്നു, ബൈക്ക് കോളേജിൽ കുറച്ചാൾ വന്നു കുഞ്ഞുങ്ങളായിട്ട്. വന്ന സമയത്ത് ഒരു പാവപ്പെട്ട സഹോദരി അവൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ആലോചന പറഞ്ഞു, ജോസഫ് ചാൻ്റെ കേസിൻ്റെ വിടുതൽ അപ്പസ്തോല പ്രവൃത്തി 12-ാം അധ്യായം 11-ാം വാക്യം ധരിച്ചൊരു വിടുതലായിരിക്കും ജോസഫിന് ദൈവം തരാൻ പോകുമെന്ന് പറഞ്ഞു. ഇതേ വാക്യം എനിക്ക് ദൈവം ആദ്യമേ തന്നിരുന്നു. ആ വാക്യത്തിൽ ഞാൻ പിടിച്ചിരിക്കുന്ന സമയത്താണ് ജോലി ലെറ്ററുകൾ എഴുതുന്നത്. ജോസഫ് നമ്മളെ കേസിന് വിടുതൽ അപ്പസ്തോല പ്രവൃത്തി 12-ാം അധ്യായം 11-ാം വാക്യം ഉദ്ധരിച്ചുള്ള ഒരു വിടുതൽ തരുമെന്ന് ഒരു കൊച്ചുകുട്ടി പ്രവചിച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ രണ്ടാമത്തെ ആൾ പറഞ്ഞു, എനിക്ക് ഉറപ്പായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ജയിലിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യവേദി ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയങ്ങളിലൊരു അത്ഭുതം നടന്നു. ഒരു ആരാധനയുടെ ബന്ധത്തിൽ ഒരു പരിശുദ്ധാത്മാവിന് നിയോഗം ദൈവം എനിക്ക് നൽകി. ആ നൽകുന്ന സമയത്ത് ഞാനോട് ചോദിച്ചു, നമ്മൾ ഇന്നലെ നാളെ പുറത്തിറങ്ങും, എന്നാൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ എത്ര മതിയാണെന്ന് ചോദിച്ചപ്പോൾ 27 പേര് കർത്താവിന് വേലയ്ക്ക് വേണ്ടി ജയിലിൽ സമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്രയും കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, നിന്റെ ശുശ്രൂഷ അവസാനിച്ചാണ് ഇവിടുത്തെ, നീ പുറത്താണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ ഭാര്യ എന്നെ പരോട് വന്ന് കൊണ്ടുപോയി. ആ കൊണ്ടുപോയ സമയത്ത് എൻ്റെ കേസ് വാദിക്കുന്നത് സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതി അഡ്വക്കേറ്റിനെ പോയി, ഒരു മുസ്ലിം അഡ്വക്കേറ്റാണ്, അദ്ദേഹത്തെ എറണാകുളത്ത് വെച്ച് കണ്ടു.
കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജാമ്യത്തിന് നോക്കട്ടെ ജോസേ, അല്ലാണ്ട് കേസൊന്നും നമ്മൾ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. ജാമ്യത്തിനായി നോക്കാം. അങ്ങനെ അദ്ദേഹത്തിന് പീസായി കൊടുത്തൊരു ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്ത പ്രിയപ്പെട്ടവരെ. 10 പൈസയുടെ കയ്യിലാണ്. ഞാൻ പറഞ്ഞു, സാറേ ഈ ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ, ചെറിയ ബൈബിള്, ആ ബൈബിള് ഗിഡേഴ്സിൻ്റെ ചെറിയ ബൈബിൾ ഞാൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പൈസ കിട്ടുന്ന സമയത്ത് ആ കാര്യങ്ങൾ ചെയ്യാം, സാറ് കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ വീണ്ടും പരോള് കഴിഞ്ഞ് പരോളിനകത്ത് അദ്ദേഹം വീണ്ടും ഡൽഹിക്ക് പോയി. അപ്പോൾ ഒരു 45 ദിവസത്തേക്ക് പരോള് കിട്ടി. അങ്ങനെ ഏതാണ്ട് പോകേണ്ട സമയം അടുത്തു. ആ സമയത്ത് ഞാൻ വീട്ടിലല്ല, വലപ്പാടുള്ള വീട്ടിൽ ഇരിഞ്ഞാലക്കുടയുള്ള ഭവനത്തിൽ പ്രാർത്ഥന നടന്നിരുന്നു. ഒരു ബുധനാഴ്ച ദിവസം പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരുമിച്ച് പായക്കിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ വന്നു. ആ ഫോണിൽ ജോളി പോയി അറ്റൻഡ് ചെയ്തു, ഭാര്യ പോയി അറ്റൻഡ് ചെയ്തു. ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് പറയാനിടയായി തീർന്നത്. ഒരു ചേച്ചിയാണ് വിളിച്ചത്. ചേച്ചി ജോളി വിളിച്ചിട്ട് പറഞ്ഞു, ജോളിക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, ഞാനെന്ത് സന്തോഷിക്കാൻ, ഭർത്താവ് പഠിത്തത്തിന് ഏരി പോവല്ലോ, വേറെ ഞാനെന്ത് സന്തോഷിക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ, അല്ല ജോളി, ഇന്നത്തെ പേപ്പറിനകത്ത്, മനോരമ പേപ്പർ ഞങ്ങൾ വായിച്ചു, ജോസിനെ, അബൂബക്കർ രണ്ടാം പ്രതിയായ ജോസിനെ വെറുതെ വിട്ടുമെന്ന് ഞങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞു. അവൾ കേട്ട പാതി കേൾക്കാതെ പാതി കരച്ചിലും സങ്കടമൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, നമ്മളെ കേസ് വെറുതെ വിട്ടുമെന്ന് പേപ്പറിൽ വായിച്ചു ചേച്ചി പറഞ്ഞ് വിളിച്ചാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരടുത്ത് പറയേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ പേപ്പർ മാതൃഭൂമി നോക്കി. മാതൃഭൂമിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് അബൂബക്കർ രണ്ടാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് അതിലും കണ്ടു. എന്നിട്ടും എനിക്കത് ചെയ്യുന്നില്ല. ഇത്രയും വിശ്വാസത്തിന് വാക്കുകൾ പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. എന്നെ ദൈവം വിടുവിക്കുമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് അവിടെ നിന്ന്. പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. വൈകുന്നേരം അവിടുത്തെ അഡ്വക്കേറ്റ് വിളിച്ചു. അഡ്വക്കേറ്റ് പറഞ്ഞു, ജോസേ, നിന്നെ വിടുവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു വഴി തുറന്നാൽ ഒരു മനുഷ്യൻ അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം വഴി അടച്ചാൽ ഒരു മനുഷ്യൻ തുറക്കാനും കഴിയത്തില്ല. ദൈവം എനിക്ക് ഇവിടെ അത്ഭുതങ്ങൾ ചെയ്തു. ഞാൻ പുറത്തേക്ക് വരുന്ന അനുഭവത്തിൽ ദൈവം എന്നെ ഒരുക്കി. സുപ്രീം കോടതിയിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വീണ്ടും ജയിലിൽ പോകേണ്ട സമയമായി. അപ്പോൾ ജോലി പറഞ്ഞു, ഞാനിവിടെ പറ്റുന്ന നീ വരണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ജോലി വന്നല്ലേ അല്ലേ? ആ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ജയിലിൽ കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് സുപ്രീം കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു. അപ്പോൾ പറഞ്ഞു, എടാ ഇതൊന്നും വന്നിട്ടില്ലല്ലോ, മെയിലും വന്നിട്ടില്ലല്ലോ, നീ കയറണ്ട, ഉച്ച കഴിഞ്ഞ് വേറെ മെയിലും കൂടി വരാം, മെയിലിനകത്ത് നിനക്കുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ച കഴിഞ്ഞ് വേറെ മെയിൽ വന്നു. ഇത് വന്നപ്പോൾ അതിനകത്തുണ്ട് എന്നെ വെറുതെ വിട്ടുന്ന പേപ്പർ പുതിയ പ്രസൻറ്റേജിൽ വന്നു. അങ്ങനെ കയറാതെ ദൈവം എന്നെ പുറത്തേക്ക് ഇറക്കുവാൻ സർവശക്തനായ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. എൻ്റെ കൂട്ടുകാർ ചിലരുണ്ട്, എന്ന് അവരൊക്കെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാം മണ്ണിൻ്റെ അടിയിലായി. സ്വാഭാവികമുള്ള മരണമല്ല. എൻ്റെ കൂടെ നടന്ന ഒരു സുരേഷ് എന്ന വ്യക്തിയുണ്ട്, കത്തി സുരേഷ് എന്ന വ്യക്തി. ആ വ്യക്തി ആരും സ്വദേശിയാണ്. ആ സുരേഷ് നാട്ടിൽ തല്ലിക്കൊല്ലാനിടയായി തീർന്നു. എന്നോടൊപ്പമുണ്ടായിരുന്ന സുഗതൻ എന്ന വ്യക്തി, സുഗതൻ തേവര സ്വദേശിയാണ്, തന്നെ നാട്ടിൽ തല്ലിക്കൊല്ലാനിടയായി തീർന്നു. എന്നോട് കൂടെ JP എന്ന ജയപ്രകാശ് ബോംബെയിൽ വെച്ച് ദുരൂഹസാഹചര്യത്തിൽ മരണപ്പെട്ടു. എന്നോട് കൂടെ ഭീകരൻ ജോർജ് ആത്മഹത്യ ചെയ്തു. പ്രിയപ്പെട്ടവരെല്ലാവരേക്കാൾ മുമ്പേ പോകേണ്ട എന്നെ എൻ്റെ കർത്താവ് പിടിച്ചു നിർത്തി. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ, കേൾക്കുന്നവരുടെ മുമ്പിലൊക്കെ സാക്ഷിയായി നിൽപ്പാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാത്രമല്ല എൻ്റെ മക്കൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവരെ ദൈവമായുള്ള മക്കളായി വളർത്താനായിട്ട് ദൈവം സഹായിച്ചു. ഒരു ജയിലിൽ കിടക്കുന്നവൻ്റെ മക്കളെന്നൊക്കെ പറഞ്ഞാൽ കുടുംബം തകർച്ചയാണ്. ആ കുഞ്ഞുങ്ങൾ നന്നായി വരത്തില്ല. എൻ്റെ മൂത്ത മകൻ അവൻ പഠിച്ചു, നല്ലൊരു പഠിച്ചതിന് ശേഷം ഞാനിവിടെ 21 ഉപവാസം മോനെ കൂടെ ഇരിക്കും. 4 വട്ടം ഞങ്ങൾ ഒരുമിച്ച് 21 ഉപവാസം ഒരുമിച്ചിരുന്നിട്ടുണ്ട്. 4ാമത്തോട്ട് ഉപവസിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേട്ടു, നിന്നെ പഠിപ്പിച്ചിരിക്കുന്നതും നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നതും ദൈവവേലയാണ് മോനെ എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ അവൻ എൻ്റെ അടുത്തും ജോലിയുടെ അടുത്തും വന്ന് പറഞ്ഞു, പപ്പ ഞാനിങ്ങനെ ബൈബിൾ കോളേജിൽ പോകാൻ പോവാണ്. എൻ്റെ ദൈവമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഡെറാഡൂണിൽ പോയി അവൻ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. അവിടെ ശേഷം ബാംഗ്ലൂർ പോയിട്ട് അവൻ പഠിച്ചു. ഇന്ന് അവൻ പൂനെയിൽ ഒരു അനുഗ്രഹപ്പെട്ട സഭയിൽ ശക്തനായൊരു പാസ്റ്ററാണ്. അവർ കുടുംബമായിട്ട് സന്തോഷം, ഭാര്യ അവൾ MTCക്കാരാണ്. അവർ സന്തോഷമായിട്ട് 2 കുഞ്ഞുങ്ങളുണ്ട്. സന്തോഷമായിട്ട് കർത്താവിൻ്റെ വേലയിൽ അവർ ശക്തിപ്പെട്ട് മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നു. മകളെ കല്യാണം കഴിച്ചിരിക്കുന്നതും ഒരു പാസ്റ്റർ തന്നെയാണ്.
അവൻ മൈലപ്രയിലുള്ള അഗപ്പൈ കൗൺസിൽ സെൻ്ററിലുള്ള മെയിൻ കൗൺസിലറാണ്. അവനും മോളും സന്തോഷം ജീവിക്കും. അവർക്ക് 2 മക്കളുണ്ട്. മക്കൾ 2 പേരും ദൈവവേലയിൽ നിൽക്കുന്നത് കാണുമ്പോൾ കണ്ണീർ എപ്പോഴും വെള്ളം ഒഴുകാറുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം നശിച്ച് നാറ്റം പറ്റി കിടന്ന എൻ്റെ ജീവിതത്തിൽ നാശകരമായ ഒരു കുഴിയിലും കുറിഞ്ഞേറ്റിലും ആണ്ട് കിടന്ന് എന്നെ രക്ഷിക്കാൻ ഒരു മനുഷ്യർക്കും തോന്നിയില്ല. എന്നാൽ എൻ്റെ കർത്താവ് ഇറങ്ങി വന്ന് എന്നെ വിടുവിച്ചു, എനിക്ക് ജീവൻ നൽകി. എൻ്റെ മക്കൾ 2 പേരും കർത്താവിന് വേലയ്ക്ക് വേണ്ടി കൊടുത്തു. ഇത് സന്തോഷകരമായ നിലയിൽ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ശക്തമായി നിൽക്കുന്നു. ഞങ്ങൾ 21 വർഷം ഈ സ്ഥലത്ത് തന്നെ ചിൽഡ്രൻസ് ഹോം നടത്താനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഇപ്പോൾ അത് നിർത്തി. ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററായിട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നു. ജയിലിൽ പ്രവർത്തിക്കാൻ അല്പം തടസ്സങ്ങൾ ഇപ്പോൾ ഉണ്ട്. കേരളത്തിൽ ജയിലിൽ പോയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ 7 പേര് എറണാകുളം യാത്ര ഓഡിറ്റോറിയത്തിൽ വന്നാൽ ഞാനന്ന് വേദനിച്ചെങ്കിലും പ്രിയപ്പെട്ട പിന്നീട് ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തു. തിരുവനന്തപുരത്ത് പുസ്തകങ്ങളുടെ മൈതാനം, കോഴിക്കോട് കടപ്പുറത്ത് 2 വട്ടം നടത്താൻ ഇടയായി തീർന്നു. ആയിരങ്ങൾ അവിടെ കൂടുന്നത് കാണാനായിട്ട് കർത്താവ് സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തൃശ്ശൂർ പട്ടണത്തിൽ, അവർ ആലപ്പുഴ പട്ടണത്തിൽ, കൊല്ലം ബീച്ചിൽ, പല സ്ഥലങ്ങളിലും ഹല്ലേലൂയ വിവിധ നിലയിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് സഹായിച്ചു. ചോറ്റാനിക്കരയിൽ പലവട്ടം മീറ്റിംഗ് വീഴ്ചു. ഇപ്പോഴും ഈ ഫെബ്രുവരി മാസം 13, 14, 15 തീയതികളിൽ മുളന്തുരത്തിൽ വീണ്ടും കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ കർത്താവ് ജാഗരിക്കുന്ന ബാബുശ്ശേരി അംബാസ്, ഡോക്ടർ മുരളീധരൻ, ജെയിംസ് ഫാസ്റ്റ്, അങ്ങനെയുള്ള നിലയിൽ സത്യേറിയ കൺവെൻഷന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഈ അറിഞ്ഞ സത്യത്തെ എവിടെയും പ്രഘോഷിപ്പാനായിട്ട് ശക്തീകരണമുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. കാരണം അന്ധകാരത്തിൽ കിടന്ന എന്നെ ദൈവം അല്പം പ്രാവശ്യം വിളിച്ച് വേർതിരിക്കേണ്ടതായി തീർന്നു. ആ സന്തോഷം അനുഭവിക്കുമ്പോൾ തന്നെ ഞാൻ മാത്രം അനുഭവിച്ച പോരാ, മറ്റുള്ള അറിയിക്കണം, ദേശം അറിയണം, മറ്റുള്ള അറിയണം, യേശുവിനെ അറിയണം, അവർ കൂട്ടിട്ട് തുറക്കണം, അവർ യേശുവിനോട് ജീവിക്കണം എന്നൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇനി എന്താണ് പുതിയ പദ്ധതികളൊക്കെ? അപ്പം രക്ഷയുടെ അനുഭവത്തിൽ വന്നു, ഇപ്പോൾ സുവിശേഷ വേല ചെയ്യുന്നു. ഇനി എന്താണ് ഭാവി പദ്ധതികളൊക്കെ? ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി ആഗ്രഹിക്കുന്നത്? അതോടൊപ്പം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഒരു ചിൽഡ്രൻസ് ഹോം ഉണ്ട്, ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്, അങ്ങനെ പല മേഖലകളിൽ പാസ്റ്റർ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പദ്ധതികളൊക്കെ? നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയിൽ കേരളത്തിലെ ജയിലുകളെല്ലാം പോയി ശുശ്രൂഷ അറിയിക്കുന്നുള്ളൊരു ആഗ്രഹമാണ്. അതെ, അത് ചില വർഷങ്ങൾ ചെയ്യാൻ ദൈവം സഹായിച്ചു. എന്നാൽ ഇപ്പോൾ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ജയിലിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ഓർഡർ കിട്ടുന്നില്ല. ഇപ്പോൾ അതിനുവേണ്ടി കേൾക്കുന്നവരെല്ലാവരും തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ യൂറോപ്പ് രാജ്യങ്ങളിൽ, അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ജയിൽ ചാപ്ലിൻ എന്ന് പറഞ്ഞൊരു പദവിയുണ്ട്. അത് ജയിലിനകത്ത് കിടക്കുന്നവർക്ക് വേണ്ടി ശുശ്രൂഷിക്കാനായിട്ടാണ്. ആ ഗവൺമെൻറ്റാണ് അവർക്ക് സാലറി കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. ആരെങ്കിലും പ്രവർത്തിക്കാൻ തയ്യാറായി പോയാലും അവരെ നിരുത്സാഹപ്പെടുത്താനുള്ളടത്ത് പരിപാടി. നമ്മൾ ആദ്യം കുറേ നടന്നിരുന്നു. ഇപ്പോൾ വളരെ 100-150 പേരും ജയിലിനകത്ത് ആരാധിക്കുന്ന സ്ഥലമാണ് പൂജപ്രസന്റ് ജയിൽ. അങ്ങനെ ഇപ്പോൾ അത് ഒരു തടസ്സങ്ങൾ നേരിട്ടിരിക്കുകയാണ്, അവിടെ കടക്കാൻ പറ്റുന്നില്ല. അതിന് വഴി തുറക്കാനായിട്ട് സഭയുടെ കേൾക്കുന്നവരെ ഹൃദയങ്ങളിൽ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന വളരെ ആവശ്യമാണ്. കാരണം ഈ നമ്മൾ ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് ജയിലിനെ എപ്പോഴൊരു ഹോസ്പിറ്റലായി കാണുന്നത് തൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞത് ജയിലൊരു ഹോസ്പിറ്റലായിട്ട് കാണുന്നുള്ള ആഗ്രഹമാണ്. അവിടെ കിടക്കുന്നവരൊക്കെ രോഗികളാണ്. ശരിയാണ്, അവിടെ കിടക്കുന്നതൊക്കെ പാപ രോഗികളാണ്. മനസ്സിലായോ? ഒരു നിമിഷത്തെ എടുത്തിയാട്ടം വന്ന് പെട്ടവരാണ്. അതെ. പക്ഷേ അതിൽ നിന്ന് കരകയറാനായിട്ട് അവർ കാര്യം കഴിയത്തില്ല. മനസ്സിലായി? അവിടെ ഇപ്പോൾ ജയിലിനകത്ത് അകപ്പെട്ടു. ഇപ്പം എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ടൊരു വ്യക്തിയുണ്ട്. താൻ 3 കൊലക്കേസ് പ്രതിയാണ്. ഇപ്പോൾ താൻ പുറത്താണ്. പക്ഷേ താനും പലപ്പോഴും എൻ്റെ അടുത്ത് വരാറുണ്ട്, കാണാറുണ്ട്, ഞങ്ങൾ കൊണ്ടു നടക്കാറുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ യേശുവിനല്ലാതെ ഒരു വ്യക്തിയെ മാറ്റത്തിലേക്ക് നയിക്കാൻ കഴിയത്തില്ല. യേശു വന്നതിനാണ്? യേശു പാപത്ത് വെറുത്ത് പാപിയെ സ്നേഹിക്കുന്നു. യേശു ഒരിക്കലും നീതിമാന്മാർ തേടിയല്ല വന്നത്. യേശു വന്നത് പാപികളെ തേടി യേശു വന്നത്. അപ്പോൾ ജയിലിനകത്ത് ഈ തടവിൽ കിടക്കുന്ന വ്യക്തികളെ രക്ഷിക്കാനായിട്ട് പോലീസിൻ്റെ മർദ്ദനമുറകൾക്കോ നീതിന്യായ കോടതിക്കോ ജയിലിനോ
ഒരു മാറ്റത്തിലേക്ക് നയിക്കാൻ ആരും കഴിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം എവിടെല്ലാം കടന്നു വന്നിട്ടുണ്ട്, അവിടേക്ക് വെളിച്ചം വീശിയിട്ടുണ്ട്. മദ്രാസ് സിനിമ എന്നറിയപ്പെടുന്ന റെനി ജോർജ് തൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റമില്ലാത്ത മനുഷ്യനായിരുന്നു. തൻ്റെ ജീവിതത്തിൽ മാറ്റം എന്ന് പറയുമ്പോൾ ജയിലിനകത്ത് വന്ന് യേശുവിനെ അറിഞ്ഞു, യേശുവിൻ്റെ പൈതലായി മാറി. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാ തടവുകാർക്കും താൻ പ്രിയങ്കരായി മാറി. കാരണം എന്താ? തൻ്റെ ജീവിതം അത്രമാത്രം മാറ്റം യേശു കൊടുത്തു. പോലീസിൻ്റെ മർദ്ദനങ്ങളോട് കഴിഞ്ഞില്ല, ജയിലിൽ കിടന്ന് കഴിഞ്ഞില്ല. യേശുവിൻ്റെ സേവന ഹൃദയത്തെ തൊട്ടുകപ്പോൾ തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. പ്രൈസ്. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല പൗരന്നുള്ള അവാർഡ് പോലും റെനി ജോർജിന് കിട്ടുവാനിടയായി തീർന്നു. കാരണം എന്താ? തൻ്റെ ജീവിതത്തിൽ ദൈവമാണ്, യേശുവാണ് മാറ്റം വരുത്തിയത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ജയിലിൽ നമ്മൾ പോകുന്ന സമയങ്ങളിൽ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര്, ഞാൻ ജയിലിൽ പോയിക്കൊണ്ട സമയത്ത് ഒരു ചന്ദ്രൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. 350 പരം ക്രിമിനൽ കേസിൽ പ്രതിയായ വ്യക്തിയാണ്. ആ വ്യക്തി പോലീസുകാർ പക്ഷെ പറയും അവൻ സ്ഥിരം കുറ്റവാളിയാണ്, അവന് മാറ്റം അവൻ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, അവൻ ബോൺ ക്രൈമാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള വ്യക്തിയെ മാറ്റാനായിട്ട് മനുഷ്യൻ കഴിയത്തില്ല എന്നാണ് പോലീസിൻ്റെ നിഗമനം. പക്ഷേ ഈ ചന്ദ്രൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു മാറ്റം വരുത്തി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 40 ശിക്ഷിക്കപ്പെടുന്ന ചന്ദ്രൻ പെട്ടെന്ന് നിനക്ക് ആ ശിക്ഷിക്കപ്പെട്ട് മറ്റുള്ളവർ കളിയാക്കി. മാത്രമല്ല ഈ ചന്ദ്രൻ എന്ന് പറയുന്ന നല്ല ബുദ്ധിയുള്ളവനാണ്, നിസ്സാരക്കാരനല്ല. അവൻ കോടതിയിൽ കേസ് വാദിക്കുന്നത്, അവൻ്റെ പോയിന്റ് പഠിക്കാൻ വരുന്ന അഡ്വക്കേറ്റ്മാരുണ്ട്. അവൻ എന്തൊക്കെ വാദിക്കുന്നത് പറയാനായിട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന അഡ്വക്കേറ്റ്മാരുണ്ട്. കാരണം അത്രമാത്രം ലോ അറിയുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തി കേസ് അവന് അഡ്വക്കേറ്റും വേണ്ട, ഒറ്റ കേസ് വാദിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ചന്ദ്രൻ. അതാണ് ചന്ദ്രൻ 40 ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിച്ച സമയത്ത് ഒരു അറ്റാക്ക് വന്നു. എൻ്റെ ജീവിതത്തിൽ അറ്റാക്ക് വന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനകത്ത് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. അവിടെ മരണമായിട്ട് മല്ലടിച്ചിരിക്കുന്ന സമയത്ത് അവിടെ അറ്റാക്ക് വന്ന് പലരും കിടക്കുന്നുണ്ട്. ഒരു മുസ്ലിം സഹോദരൻ അവിടെ അറ്റാക്ക് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയൻ വന്ന് ഡോക്ടറോട് സംസാരിക്കുന്നത് താൻ കേൾക്കുകയാണ്. അപ്പോൾ ഈ അനിയൻ ചോദിക്കുന്നതാണ്, ഇങ്ങനെ വന്ന് പറയുകയാണ്, ഈ വ്യക്തി വന്നിരിക്കുന്നത് തൻ്റെ മകളുടെ കല്യാണത്തിന് വന്നിരിക്കുകയാണ്, പക്ഷേ വരുന്ന വഴിക്കാണ് അറ്റാക്ക് ഉണ്ടായിരുന്നത്. ഈ കല്യാണ സമയം വരെ എങ്ങനെ ജീവിച്ചിരിക്കാനുള്ള മാർഗമുണ്ടോ എന്ന് ഈ ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ്, ഞങ്ങൾക്കൂടി ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ദൈവം വിചാരിക്കണം, ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് പറയാനിടയായി തീർന്നു. ഇത് ആര് കേൾക്കുന്നു? ചന്ദ്രൻ ഇത് കേട്ടുകൊണ്ട് കിടക്കുകയാണ്. ഈ പറഞ്ഞ ചന്ദ്രൻ കേട്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ചന്ദ്രൻ അവന് മെയിൻ പരിപാടി വിഗ്രഹമോഷണമാണ് ചന്ദ്രൻ്റെ. അപ്പോൾ അവനെ എല്ലാ ദൈവങ്ങളെയും വിളിച്ചു, അവൻ്റെ ദൈവങ്ങളെയൊക്കെ വിളിച്ചു. അവൻ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടതായി തീർന്നു. പക്ഷേ അവർ പ്രാർത്ഥിക്കുന്നത് മറുപടി കിട്ടിയില്ല. അവനെ ദൈവത്തെ വിളിക്കുമ്പോൾ വേറെ ഊഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവന് കുറേ നേരം മിണ്ടാതെ കിടന്നിട്ട് കുറച്ച് സമയം ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ യേശുവിനെ കുറിച്ച് അവന് ചിന്ത വരുവാനിടയായി തീർന്നു. കാരണം സുവിശേഷം പറഞ്ഞ ആര് വന്നാലും അവരെ കളിയാക്കുന്ന ഒരു പരിപാടിയായിരുന്നു അവനുള്ളത്. നമ്മൾ മീറ്റിംഗ് നടക്കുന്ന ഇടയിൽ തന്നെ കടന്നു വന്ന് ചോദ്യം ചോദിക്കുകയും പ്രശ്നം ഉണ്ടാക്കി ചെയ്യുന്ന വ്യക്തിയാണ് ചന്ദ്രനായിരുന്നത്. അപ്പോൾ ഈ ചന്ദ്രന് മനസ്സിലായി യേശുവിനെ രക്ഷിക്കാൻ കഴിയുന്നൊരു ചിന്ത വന്നു അവർക്ക്. അങ്ങനെ താൻ ആ അറ്റാക്കിൻ്റെ സമയത്ത് വേദന കഴിയുന്ന സമയത്ത് താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ യേശുദേവാ എനിക്ക് സുഖമായിരുന്നു കിടന്നുറങ്ങണം എന്ന് പറഞ്ഞു. അവൻ ഉറക്കത്തെ എഴുന്നേൽക്കുന്നത് പൂർണ്ണ അറിവിനെ എഴുന്നേൽക്കുന്നത്, പൂർണ്ണ സൗഖ്യം കടത്താൻ കൊടുത്തവന്. അവൻ എഴുന്നേറ്റു, അവന് ബൈബിളിൽ വായന മുഴുകി, അവൻ ജയിലിനകത്ത് സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു. എന്താ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം നല്ലവനായിട്ട് എനിക്ക് പുറലോകത്ത് ജീവിക്കുന്ന ചിന്ത വന്നു, എന്നാൽ ഇറങ്ങാൻ യാതൊരു വഴിയില്ല. അവൻ ബൈബിൾ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു ലെറ്റർ ഹൈക്കോടതിയിലെ ജഡ്ജിക്ക് എഴുതി. ജഡ്ജിക്ക് അവൻ്റെ കൺവിക്റ്റ് നമ്പറും കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു കേസ് ശിക്ഷയെല്ലാം പറഞ്ഞിട്ടാണ് എഴുതുന്നത്. എഴുതിയിട്ട് പറഞ്ഞു, സാറേ ഞാൻ 40 ശിക്ഷ എനിക്കൊരിക്കലും പുറലോകം കാണാൻ കഴിയത്തില്ല, പക്ഷേ ഒരു ദിവസമെങ്കിലും ഈ നാട്ടിൽ നല്ലവരായി ജീവിക്കുന്ന ആഗ്രഹം എനിക്കുണ്ട്. അതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ ഇളവ് നൽകി എന്നെ വിടുവിക്കണം എന്നുള്ള നിലയിലാണ് ലെറ്റർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നുണ്ടായി ഈ ലെറ്റർ ആ ജഡ്ജി കണ്ടപ്പോൾ ജഡ്ജിയുടെ മനസ്സിനെ ദൈവം ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ എത്ര വർഷം ജയിലിൽ കഴിഞ്ഞു, ആ ശിക്ഷാകാലം കണക്കാക്കിയിട്ട് ഈ ചന്ദ്രനെ
ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനായിട്ടുള്ള മുഖാന്തരം ആ ലെറ്ററിൽ കൂടെ ദൈവം സഹായിച്ചു. അങ്ങനെ ചന്ദ്രൻ അന്ന് ഈ ഭവനത്തിൽ കടന്നു വന്നു. ഇവിടെ ആ ചന്ദ്രൻ ഇവിടെ വന്നു. ചന്ദ്രൻ ഇവിടെ വന്നിട്ട് ഞാനിത് നല്ലവിടെ ജീവിക്കാൻ പോവുകയാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു, ഇവിടെ കടന്നു വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനിവിടെ ഇട്ട് ശരിയാകത്തില്ല, നീ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ തയ്യാറാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിൻ്റെ വീടിനടുത്തുള്ള പോലീസ് സ്റ്റേഷൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദനം കൂട്ടി പറ്റിയ രാവിലെ അവർ ദേശത്തുള്ള പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി. ആ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി തൻ്റെ അനുഭവങ്ങൾ. അപ്പോൾ ഞാൻ ജയിലിൽ കിടന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ജയിലിൽ പ്രവർത്തിക്കുന്ന സുവിശേഷകനാണ്, ഈ ചന്ദൻ എന്ന വ്യക്തിക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട്, ഇവൻ നല്ലവനായി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്, അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ബോൺ ക്രൈമാണ്, അവൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അല്ല സാറേ, സുവിശേഷം കേട്ട വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത് മാറ്റം ഉണ്ടാകും, അതിൻ്റെ പേരിൽ സാറൊന്ന് അവനെ ഗവനിക്കണം, അവൻ പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞ് ആഴ്ച 2 ദിവസം ഒപ്പിടാനായിട്ട് അവന് ശേഷം ആഴ്ച 2 ദിവസം ഒപ്പിടണമായിരുന്നു. അങ്ങനെ ചന്ദനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി. ചന്ദനെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ തന്നെ ചന്ദൻ്റെ ഭാര്യ അമ്മയുടെ അനിയത്തി അവിടെ ഉണ്ടായിരുന്നു, ചന്ദൻ്റെ പെങ്ങളവിടെ ഉണ്ടായിരുന്നു. ചന്ദനെ കണ്ട ദിവസം തന്നെ വീട്ടിൽ രണ്ടുപേരും കരയാൻ തുടങ്ങി, പെങ്ങളും കരഞ്ഞു അമ്മയും കരഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ പഴയ ചന്ദനല്ല, ഈ ചന്ദൻ്റെ ജീവിതം മാറ്റം വന്നിരിക്കുകയാണ്, അതിന് നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ അറിയേണ്ട, ജീവിതം മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞു. കാരണം ചന്ദനം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസ് പിന്നാലെ വരുന്നത് അവർക്കറിയാം. മാത്രമല്ല ഇവരെവിടെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ സ്ഥിരം പോലീസ് അന്വേഷിച്ച് വരും, ആരാശ ചെയ്യും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസ് അന്വേഷിച്ച് വരത്തില്ല എന്ന് പറഞ്ഞു, അമ്മയുടെ അടുത്ത് പറഞ്ഞു. എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് പറഞ്ഞു, എൻ്റെ പെങ്ങളുടെ അടുത്തും പറഞ്ഞു. ആ ചന്ദനെ വീട്ടിൽ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ചന്ദനെ അവിടെ അടുത്തുള്ള ചർച്ചുമായിട്ട് ബന്ധപ്പെടുത്തി, ആലപ്പുഴ IPC ചർച്ചുമായിട്ട് ബന്ധപ്പെടുത്തി. അവിടെ സ്ഥാനപ്പെടുവാൻ റെഡിയായി തീർന്നു. അവിടെ തന്നെ പെൺകുട്ടിയെ അവിടെ സഭയിൽ വന്നുകൊണ്ടിരുന്നൊരു പെൺകുട്ടി, ഒരു പെൺകുട്ടി ശ്യാമള എന്ന പേര്, അവൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി. അങ്ങനെ ചന്ദൻ്റെ കല്യാണം കഴിച്ചു, അവർ കുഞ്ഞുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചന്ദൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി, അത് എല്ലാവരും അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ ചന്ദൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം പേപ്പർ വലിയ ന്യൂസായിട്ട് ഇടാനിടയായിത്തീർന്നു. മാത്രമല്ല തന്നെ ഉപദ്രവിച്ച പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ഞാൻ കടന്നുപോയി. ഞാൻ മാപ്പ് പറയാൻ പോയി കഴിഞ്ഞപ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും വല്ലാത്ത നിലയിൽ കിടക്കുന്ന കാണാനിടയായിത്തീർന്നു. ഒരു വ്യക്തി ശ്വാസം മുട്ടി നടക്കുകയാണ്. ആ ശ്വാസം മുട്ടി നടക്കുന്ന ഒരു പോലീസ് ഓഫീസർ ചന്ദനെ കണ്ടിട്ട് ചന്ദനോട് പറയുകയാണ്, നീ ഇന്നൊരു കുഴപ്പം, നിന്നെ ഇടിച്ചിട്ട് ഞങ്ങൾ ഈ പരിവായി, ഞങ്ങൾക്ക് നടക്കാൻ വയ്യ, പക്ഷെ നീ ഇന്നും ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ പറയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരുതൽ എത്ര മാത്രമാണെന്നറിയോ. ആ ചന്ദന ജീവിതത്തിൽ മാറ്റമുണ്ടായി, നല്ലവരായി ജീവിച്ചു, അനേക കർത്താവിലേക്ക് അടുപ്പിക്കാൻ കരങ്ങളെടുത്തു. ഇപ്പോൾ ഹല്ലേലൂയ, ഈ ലോകത്ത് മാറ്റപ്പെട്ടെന്ന് പറഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. എന്നാൽ ഒരു ദിവസം ജീവിക്കാൻ ആഗ്രഹിച്ച തന്നെ 2-3 വർഷം കർത്താവിനോട് ശക്തമായി നിൽക്കുവാനായിട്ട് ദൈവം തന്നെ സഹായിച്ചു. അത്ഭുത സാക്ഷ്യമുള്ളവരായി ജീവിക്കേണ്ടതായി തീർന്നു. ഈ ചന്ദനെ പോലെ വ്യക്തിയെ മാറ്റാനായിട്ട് ലോകത്ത് മനുഷ്യൻ കഴിയത്തില്ല, യേശു ക്രിസ്തു മാത്രമേ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ സദാശിവം എന്നൊരു പുള്ളി, താനൊരു പോലീസ് ഓഫീസറായിരുന്നു. താനൊരു പോലീസ് ഓഫീസറാണ്. താനൊരു കൊലക്കേസ് പ്രതിയായി ജീവന ശിക്ഷിക്കപ്പെട്ട് ജയിലിനകത്ത് കടന്നു വന്നു. കൊലക്കേസ് പ്രതിയാന്ന് പറഞ്ഞാൽ തൻ്റെ വീട്ടിനകത്ത് സ്വന്തം ജിമ്മൊക്കെ ഉണ്ട്. അറിയപ്പെടുന്ന കാഞ്ഞിരംകുളത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. താൻ പോലീസുകാരനാണ്. തൻ്റെ വീട്ടിൽ സ്വന്തം ജിമ്മുണ്ട്. അനിയന്മാരൊക്കെ പ്രഗത്ഭന്മാരാണ്. അങ്ങനെ ആ ദേശത്ത് അറിയപ്പെടുന്ന ഒരു ഫാമിലിപ്പെട്ട വ്യക്തിയാണ്. ഒരു പാർട്ടിക്കാരൻ കൂടിയായിരുന്നു. അങ്ങനെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായി. ഇവിടെ നാട്ടിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പുള്ളി പോലീസ് സ്റ്റേഷനിലായിരുന്നു. തൻ്റെ അനിയന്മാർക്ക് അടിയുണ്ട്, കൂട്ടുകാർക്ക് അടിയുണ്ട്. ഒരു ഗ്രൂപ്പ് വന്നിട്ട് ശരിക്കും കൈകാര്യം ചെയ്തവരെ. അങ്ങനെ സദാശിവനെ നോക്കിയിരുന്നു. സദാശിവം വന്നപ്പോൾ അടി കൊണ്ടെല്ലാവരും ഇരിക്കുകയാണ്. എന്താണ്ടായിരുന്നു? അടി കൊണ്ടെന്ന് പറഞ്ഞു. ഉടൻ തന്നെ വാളാന്ന് പറഞ്ഞു. ഒരു സൈന്യമായിട്ട് അവരെല്ലാവരും പോയ സ്ഥലത്ത് ഒരു വ്യക്തി മരണപ്പെടുകയായിത്തീർന്നു. അല്ലെങ്കിൽ പോയാൽ അവർ ഒരുമിച്ച് ഇവിടെ അടി കൊണ്ടല്ല, അപ്പോൾ അതുപോലെ കൈകാര്യം ചെയ്ത് അവിടെ വീടുകളിൽ പോയിട്ട് അങ്ങനെ ഒരാൾ മരണപ്പെട്ടു. അതിന് മുഖ്യപ്രതി സദാശിവനായിരുന്നു. തന്നെ അനിയന്മാർ 2 പേരിലായിരുന്നു. അങ്ങനെ എല്ലാം ശിക്ഷിക്കുന്നതിന് മുമ്പ് ജാമ്യം കിട്ടി. അവർ പുറത്തിറങ്ങി. ആദ്യം ജാമ്യം കിട്ടി പുറത്തിറങ്ങി. നല്ല അഡ്വക്കേറ്റിനെ വെച്ചു. കേസ് പറഞ്ഞു. അഡ്വക്കേറ്റ് പറഞ്ഞു, ഞാൻ കേസ് വാങ്ങി ജയിപ്പിച്ചു തരാം, പക്ഷേ എനിക്ക് ഇത്ര ലക്ഷം രൂപയാണ് ഫീസ്. അങ്ങനെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു. ആ സ്ഥലം വിറ്റ് കേസ് പറഞ്ഞ് ആ കേസ് ശിക്ഷിച്ച് താൻ വീണ്ടും ജയിലിലേക്ക് അകപ്പെടുന്ന അവസ്ഥയുണ്ടായി. ആ ജയിലിനകത്ത് അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ തനാകെ തകർന്നു.
കാരണം താൻ സ്നേഹിച്ചുള്ള കല്യാണമാണ്, ലോൺ എടുത്തിട്ടാണ് താൻ വീട് വെച്ചിരിക്കുന്നത്. അങ്ങനെ താൻ ആകെ തകർന്നു. 3 കുഞ്ഞുങ്ങളുണ്ട്, 3 ആൺകുട്ടികളാണ്. അങ്ങനെ വല്ല തകർന്ന് ജയിലിനകത്ത് അകപ്പെട്ട് കിടക്കുന്ന സമയത്ത് തൻ്റെ കൂടെ നടന്ന പലരും ഉണ്ടായിരുന്നു. അതിലൊരു മന്ത്രി ഉണ്ടായിരുന്നു. മന്ത്രി തന്നെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് നീ നിയമം അറിയുന്നവനല്ലേ, നീ എന്തിനാണ് ഇങ്ങനെ പെട്ടുപോയത്, നിന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ശപിച്ച് പുള്ളിനെ ജയിലിനകത്ത് ഇട്ടിച്ച് പോകാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാളുകൾ കഴിഞ്ഞു. ലെറ്റർ പോലും ഇല്ലാതെ വിഷമിച്ച് കഴിയുന്ന സമയത്ത് തൻ്റെ മകൻ്റെ ഒരു ലെറ്റർ വരികയാണ്. ആർത്തിയോടെ ലെറ്റർ വായിച്ചപ്പോൾ ആ ലെറ്ററിനകത്ത് ഇങ്ങനെ കാണാൻ കഴിഞ്ഞത്, എന്താ കാണാൻ കഴിഞ്ഞതെങ്കിൽ അവരുടെ മാമിയുടെ മോൻ്റെ കല്യാണം നടന്നു. ഈ ലോകത്ത് എല്ലാവരും വിളിച്ചു, നമ്മളെ മാത്രം വിളിച്ചില്ല. നമ്മളെ വീട്ടിൽ വരുന്നവർക്ക് നാണക്കേട്. അച്ഛൻ ജയിലിലല്ലേ, അതിൻ്റെ പേരിൽ അവർക്ക് വരാൻ നാണക്കേട്. അവരാരും വന്നില്ല, ഞങ്ങളെ വിളിച്ചില്ല. മാത്രമല്ല ഭക്ഷണത്തിൽ പോലും അച്ഛൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ലെറ്ററാണ് മകൻ്റെ കിട്ടുവാനിടയായി തീർന്നത്. താൻ മാനസികമായിട്ട് തകർന്നു. താൻ പോലീസ് ഓഫീസറാണ്. താൻ ആ സമയത്തൊരു AC ആയിട്ട് സേവനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. താൻ തകർന്നു പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി, എൻ്റെ മക്കൾ, താൻ കിടക്കുമ്പോൾ താൻ കാണുന്ന എൻ്റെ മക്കൾ മറ്റുള്ള പോയിട്ട് ഭിക്ഷ യാചിക്കുന്നതും ഭാര്യ മറ്റുള്ളവൻ്റെ വീടുകളിൽ പോയിട്ട് കലം കഴുകുന്നതും സ്വപ്നമാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് മനസ്സിലായി, ഇനി ശിക്ഷ കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾ ജീവിക്കേണ്ട, ഭാര്യ ജീവിക്കേണ്ട, ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഏറ്റവും വലിയ വിഷം ഏതാണെന്ന് മനസ്സിലാക്കി അതിനൊക്കെ ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ തയ്യാറാക്കി പരോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആത്മഹത്യക്ക് വേണ്ടി തയ്യാറായി ഇരിക്കുന്ന സദാശിവൻ നാളുകൾ എണ്ണിക്കൂട്ടി എന്ന് പരോൾ ഇറങ്ങും അന്ന് പോയി എന്ത് ചെയ്യും, പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം മേടിച്ചിട്ട് അതിനകത്ത് വിഷം കലർത്തി കുടുംബവും കുഞ്ഞുങ്ങളായിട്ട് ആത്മഹത്യ ഉറച്ച് മനുഷ്യരായിരുന്നു. അങ്ങനെ ഈ സമയത്താണ് ചിലർ ദൈവത്തിന് സ്നേഹമായിട്ട് ആ വ്യക്തിയുടെ ചെല്ലുന്നത്. സദാശിവന് സുവിശേഷം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ പ്രാന്തായിരുന്നു. ആരെങ്കിലും സുവിശേഷം പറഞ്ഞാൽ അവൻ അവരെ കളിയാക്കിയില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. താൻ തകർന്നിരിക്കുന്ന സമയത്ത് ഒരു ലഘുലേഖമായിട്ടൊരു വ്യക്തി കടന്നുപോയി സുവിശേഷം അറിയിച്ചപ്പോൾ പറഞ്ഞു, ഒരു ദൈവം രക്ഷിക്കേണ്ട, എനിക്കൊരു ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് ലഘുലേഖം വാങ്ങി ചുരുട്ടിക്കൂട്ടി താൻ പുറത്തേക്ക് എറിയുന്നതിന് പേരിൽ താൻ കിടക്കുന്ന റൂമിനകത്തേക്ക് എറിയാനിടയായിത്തീർന്നു. അങ്ങനെ താൻ ലോക്കപ്പ് 6 മണിയാകുമ്പോൾ ലോക്കപ്പ് ജയിലിനകത്തുള്ള എല്ലാ തടവുള്ളികളും പിന്നെ അകത്താണ്, ലോക്കപ്പിനകത്താവും, ജയിൽ മുറിനകത്താവും. താൻ അകത്തായിരിക്കുന്ന സമയത്ത് ഈ ലഘുലേഖ ചുരുട്ടിക്കൂട്ടി ഇങ്ങനെ എറിഞ്ഞിരിക്കുകയാണ്. അത് ഇണങ്ങുകയാണ്. ഇണങ്ങുന്നത് കണ്ടപ്പോൾ സദാശിവൻ എന്തായാലും എഴുതിയിരിക്കുന്നത് അതൊന്ന് വായിക്കുന്ന ചിന്ത വന്നു. അങ്ങനെ ആ ലഘുലേഖ എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, കർത്താവിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന വചനമാണ് ആ ലഘുലേഖയിൽ കാണാൻ കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, അല്ലേ. തൻ്റെ ചാട്ടുടി പോലെ തൻ്റെ ഹൃദയത്തിനകത്തിയ വചനം പതിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താൻ വിചാരിച്ചു ഇനി എന്നെ രക്ഷിക്കാൻ കഴിയുമോ എന്നൊക്കെ താൻ ചിന്തിച്ചതാണ്. പക്ഷേ രാവിലെ നേരം പെടുന്നപ്പോൾ ഈ സഹോദരന്മാരടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്നെ ഈ യേശു രക്ഷിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആര് യേശു രക്ഷിക്കും, നീ പാപിയെ സംബന്ധിച്ചാൽ മതി, നിൻ്റെ പാപത്തിന് പരിഹാരം കർത്താവിൻ്റെ യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്നെ രക്ഷിക്കും എന്നെ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഞാനെന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, നീ മുട്ടുപകുന്നുകൊണ്ട് രാത്രി മുട്ടുപകുന്നുകൊണ്ട് എന്ത് ചെയ്യണം, നിൻ്റെ പാപങ്ങളെല്ലാം ദൈവസ്ഥലിൽ ഏറ്റു പറയണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട അന്ന് രാത്രി 12 മുതൽ 3 മണി വരെ സദാശിവൻ മുട്ടുപകുന്നുകൊണ്ട് തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് ഹല്ലേലൂയ, ആ പാപങ്ങൾ പൂർണ്ണമായിട്ട് കർത്താവ് ക്ഷമിച്ചു എന്നൊരു ബോധ്യം തൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തു. അങ്ങനെയാണ് പുള്ളി കിടന്ന് ഉറങ്ങുന്നത്. പിറ്റേ ദിവസം പോലെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി, ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. ദൈവം തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. അങ്ങനെ താനെ ഇറങ്ങേണ്ട സമയമായി, പരോളിൽ സമയം എത്തി. താൻ പരോളിൽ ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഭാര്യയ്ക്ക് സന്തോഷിച്ചിരിക്കുകയാണ്, അച്ഛന് വരും, മക്കളെ കാണാനെല്ലാം സന്തോഷിച്ചിരിക്കുകയാണ്. പക്ഷേ താൻ എന്ത് ചെയ്തു, പരോളിൽ വന്നു, വീട്ടിൽ ചെന്നു. വീട്ടിൽ വന്നപ്പോൾ ഭാര്യ ആദ്യം ആകുമ്പോൾ സന്തോഷമായിരുന്നു. കുറേ കഴിയുമ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ അത് കുറച്ച് നേരം ഉണ്ടാവുന്നത് കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്താൽ കൂട്ടുകാരോട് പോകും, മദ്യപിക്കും, പിന്നെ ആ പ്രശ്നമാകും എന്നുള്ള ചിന്തയാണ് തന്നെ ഭരിച്ചത്. പക്ഷേ താൻ പോയില്ല. താൻ കുടുംബത്തിൽ തൻ്റെ ഭാര്യയും മക്കളും ഒരുമിച്ച് സന്തോഷിക്കാനിടയായി തീർന്നു. പിന്നെ ദിവസം രാവിലെ സദാശിവൻ്റെ കൂട്ടുകാരെല്ലാം വന്നു. എന്നിട്ട് പറഞ്ഞു, സദാശിവൻ ചോദിച്ചു, സദാശിവ, നിങ്ങൾ പരോൾ ഇറങ്ങി ഞാൻ അറിഞ്ഞു, നിനക്ക് വേണ്ടി ഒരു കുപ്പി വെച്ച് കാത്തിരിക്കായിരുന്നു, അതുകൊണ്ട് നീ വന്നില്ല.
എന്ന് പറയുമ്പോൾ സദാശിവം ഞാൻ കുടി നിർത്തി. യേശുവിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി. ഒരു കളിയാക്കാൻ തുടങ്ങി. കളിയാക്കുന്നതിന് മുമ്പ് പറഞ്ഞു, സദാശിവം പറഞ്ഞു, ചില വീടുകൾ കാണിച്ചു. ആ വീടുകളെന്ന് പറഞ്ഞാൽ മദ്യപിച്ച് നടക്കുന്ന ഒരു വീടുകളാണ്, കുടുംബം തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേറെ ചില വീട് കാണിച്ചു, പ്രാർത്ഥിക്കുന്നൊരു വീടാണ്. ആ കുടുംബത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. എന്താണ് അവിടെ പ്രാർത്ഥനയുണ്ട്. നമ്മളൊക്കെ ഇത്രയും കുടിച്ച് കളഞ്ഞില്ല, ഇനി എങ്ങനെ നല്ലവരെ ജീവിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞോ, നീ എനിക്ക് ഭ്രാന്താടാന്ന് പറഞ്ഞ് അവരൊക്കെ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, സദാശിവൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്തു. താൻ 3 മക്കളും പഠിച്ച് ഉന്നതന്മാരായി മാറി. 2 പേര് പോലീസിലായി, ഒരാൾ ഒരു കോളേജ് ലെക്ചറായി. സദാശിവം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ 3 പേരും എന്താണ് സാലറി കിട്ടിക്കഴിഞ്ഞാൽ സദാശിവൻ്റെ കൊണ്ട് കൊടുക്കും പൈസ. അപ്പോൾ കരയും സദാശിവൻ കാശ് കയ്യിൽ വെച്ചുകൊണ്ട്. കാരണം എന്താ അറിയോ, നഷ്ടപ്പെട്ടു പോകാൻ ഞാനും എൻ്റെ 3 കുഞ്ഞുങ്ങളും ഭാര്യ ആത്മഹത്യ കൊണ്ട് തയ്യാറായ ഞങ്ങളുടെ ജീവിതത്തിൽ യേശു വന്നില്ലായ അവസ്ഥ എന്തോ ആകുമായിരുന്നു എന്നുള്ളതായി വേദന തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, കല്ലടി. കാരണം കർത്താവ് തൻ്റെ ജീവിതം വലിയ മാറ്റം വരുത്തി. താൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ കാഞ്ഞിരംകുളം അസംബ്ലീസും ചർച്ചയിൽ ഞാനെ കൊണ്ടാക്കിയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റമുണ്ടായി. ഇന്ന് സമൂഹത്തിൽ നല്ലവരായി ജീവിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം കർത്താവ് കൊടുക്കുന്നതിനിടയായി തീർന്നു. ഇന്ന് കേരളത്തിലെ ജയിലുകളിൽ കടന്നുപോയി പ്രവർത്തിക്കുവാൻ ദൈവം ഭാഗ്യം നൽകിക്കൊണ്ട് ഇപ്പോൾ ചില തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ മാറും. വീണ്ടും ജയിലിൽ കടന്നുപോയി പ്രവർത്തിക്കും. ഞങ്ങൾ കേരളത്തിലുടനീളം ജയിലിൽ നിന്ന് സ്നേഹ സന്ദേശമായ നിലയിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ മദ്യത്തിനും മയക്കുമെതിരെയുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് ആരംഭിക്കുവാൻ കർത്താവ് സഹായിച്ചു. അനേക സ്ഥലങ്ങളിൽ കർത്താവ് സാക്ഷിയായി നിൽപ്പനയായി തീർന്നു. തിരുവനന്തപുരം പുത്തിരിക്കണ്ട് മൈതാനം, കൊല്ലം ബീച്ച്, കൊല്ലം തങ്കശ്ശേരി ബീച്ച്, ആലപ്പുഴ മുനിസിപ്പൽ മൈതാനം, അതുപോലെ തന്നെ കോഴിക്കോട് കടപ്പുറം, തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിനകത്തുള്ള ഗ്രൗണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും കർത്താവിൻ്റെ നാമത്തെ ഉയർത്താനായി കർത്താവ് ഒരു ഭാഗ്യം നൽകി. ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം അതേ മീറ്റിംഗ് അങ്കമാലി നടക്കാനിടയായി തീർന്നു. ഈ വർഷം ഞങ്ങൾ മുളന്തുരുത്തി നടത്താനായിട്ട് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ 21 വർഷത്തോളം ചില്ലറസോമം നടത്താനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യയാണ് ഒരു കാര്യങ്ങൾ ഗമീരിച്ചത്. സന്തോഷത്തോടുകൂടി ഞങ്ങൾ കുട്ടികളെ 10-30 കുട്ടികളോട് പഠിച്ച് വളരാനിടയായി തീർന്നു. ഇന്ന് പലരും പല നല്ല ജോലി ചെയ്യുന്നു. ഇപ്പം ഒരാൾ LLB പഠിച്ചുകൊണ്ടിരിക്കുന്നു. പലരും നല്ല നല്ല വിദ്യാഭ്യാസ സമ്പന്നരായി നല്ല മക്കളായി ജീവിക്കാനായി കർത്താവ് അവർ സഹായിച്ചു. കുടുംബം തകർന്ന് മാനസികമായി തകർന്നിരിക്കുന്ന കുട്ടികളോട് വന്നിരുന്ന കുട്ടികൾ, അപ്പൻ ഉപേക്ഷിച്ചു പോയത്, അമ്മ ഉപേക്ഷിച്ചു പോയ അനേക കുട്ടികൾ വന്നിരുന്നു. അവർക്ക് ഉള്ളിൽ ജീവനുള്ള ദൈവത്തെ മാറ്റമില്ലാതെ വചനം കൊടുക്കാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അവർ സമൂഹത്തിൽ ഉന്നതരായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹല്ലേലൂയ കേരളത്തിലുടനീളം കടന്നുപോയി യേശുവിന്റെ സ്നേഹത്തെ വെച്ച് പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെ മദ്യം മയക്കുന്നതിനെ കുറിച്ചുള്ള ഡി-അഡിക്ഷൻ സെൻറ്റർ ഇവിടെ നടക്കുന്നുണ്ട്. 2 മാസം കൂടുമ്പോൾ ഒരാഴ്ച 10, 50, 60 പേര് വന്നിട്ട് അവർ വിടുതൽ പ്രാപിച്ച് മുന്നോട്ട് പോകുന്നു. അത് സന്തോഷമുള്ള ജീവിതം നയിക്കുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അത് കർത്താവിനെ കണ്ടില്ല എങ്കിൽ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദയനീയമാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്കറിയാം യേശു ഉള്ളിലില്ല എങ്കിൽ ഞങ്ങളുടെ ജീവിതം എന്താകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. വല്ലാത്ത നിലയിൽ തകർന്നു പോകേണ്ട ജീവിതത്തിനുടമയായിരുന്നു. യേശു വന്നു, യേശു ഉള്ളിൽ ജീവിതം നൽകി, സന്തോഷം നൽകി, സമാധാനം നൽകി, മക്കൾ നൽകി. അവരൊക്കെ ദൈവത്തിന് വേണ്ടി സത്യമായി നിൽക്കുന്നത് കാണാനായിട്ട് കർത്താവ് സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹല്ലേലൂയ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളൊക്കെ തന്നെ ജീവനുള്ള ദൈവസേനയിൽ വിശ്വസ്തർ നിൽക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് ദൈവം മുട്ടുവരുത്താതെ ശ്രേഷ്ഠകരമായി മുന്നോട്ട് നയിക്കുവാൻ ദൈവം മതിയായവരാണ്. എന്നെ ഒരു സഭ സ്പോൺസർ ചെയ്തിട്ടില്ല, ഒരു സംഘടന സ്പോൺസർ ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ അന്ന് ദൈവത്തെ അറിഞ്ഞ പോലെ അന്ന് പോലെ ഇന്ന് വരെയും ദൈവം നടത്തുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ സ്വന്തം ഹല്ലേലൂയ ഒരിക്കലും കൈവിടുന്നവരല്ല പ്രിയപ്പെട്ടവരെ. ദൈവം ഉപേക്ഷിക്കുന്നവരല്ല, കൈവിടുന്നവരല്ല. ദൈവത്തിന് വേണ്ടി ശക്തമായി ദൈവവേല ചെയ്തു കഴിഞ്ഞാൽ കൂലി ദൈവം തരും. അതാരും കൂടെ എനിക്ക് പറയാൻ കഴിയത്തില്ല. പല നിലകളിലും കൂലി തരും. ഇതുവരെ നടത്തിയിട്ടുണ്ട്. ഇനിയും ഇന്നലെ നടത്തി, ഇന്നും നടത്തി, നാളെ നടത്താൻ മതിയായവരാണ്. ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പോൾ നന്മയും കരുണയും ആയുഷ്കാലം നമ്മളെന്ത് ചെയ്യും? പിന്തുടർന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മൾ അതിനുവേണ്ടി പോകേണ്ട കാര്യമല്ല. ദൈവം നമുക്ക് ഒരിക്കലും ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയത്തിൽ തോന്നിച്ചിട്ടുമില്ല. നമ്മുടെ ചിന്തകൾക്കപ്പുറമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവം, ജീവിക്കുന്ന ദൈവമാണ്. അനേകം അനുഭവ സാക്ഷികൾ പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഈ ദൈവമാണ് ഒരു വ്യക്തിയെ മാറ്റത്തിലേക്ക് നയിക്കുന്നത്. എന്നും കേരളത്തിൽ ജയിലിൽ പോയി പ്രവർത്തിക്കാനായിട്ട് നിങ്ങളുടെ വിലയേറെ പറഞ്ഞു ചോദിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം നൽകിയ പ്രിയ പാസ്റ്ററുടെ അടുത്തും ഈ പ്രസ്ഥാനം നന്ദി പറഞ്ഞുകൊണ്ട് വാക്കിന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.